നമസ്കാരം. ഒന്നാം ഘട്ട വോട്ടെടുപ്പ് കഴിഞ്ഞ ഉടൻ ഹിന്ദി ബെൽറ്റിൽ വെറുപ്പുൽപാദനം തുടങ്ങിക്കഴിഞ്ഞു ബി ജെ പി. അതിന് നേതൃത്വം കൊടുക്കുന്നത് പ്രധാനമന്ത്രി തന്നെയാണ്. ആദ്യഘട്ടത്തിലെ വോട്ടർമാരുടെ പ്രതികരണം ബി ജെ പിയെ ആശങ്കാകുലരാക്കിയിട്ടുണ്ട്. വെറുപ്പ് പടർത്തിയാൽ ബി ജെ പിക്ക് അവരുടെ കോർ വോട്ട് ബാങ്ക് പിടിച്ചു നിർത്താൻ കഴിയും. സ്വാഗതം. സ്പെഷ്യൽ എഡിഷനിലേക്ക് നമ്മോടൊപ്പം അതിഥികളായി കോൺഗ്രസ് വക്താവ് ജിൻഡോ ജോൺ, ബി ജെ പി വക്താവ് പ്രിൻറ്റു മഹാദേവ്, രാഷ്ട്രീയ നിരീക്ഷകൻ നിസാം സെയ്ദ് എന്നിവർ. ആദ്യം നിസാമിലേക്ക്. നിസാം, ഇന്നലെ കഴിഞ്ഞത് ഒരു അബദ്ധമായിരുന്നില്ല എന്ന് തെളിയിക്കുന്നതാണ് ഇന്ന് നാം കാണുന്നത്. പ്രധാനമന്ത്രി തന്നെ അത് ആവർത്തിക്കുന്നത് മാത്രമല്ല, യോഗി ആദിത്യനാഥും അമിത്ഷായും എല്ലാം അത് വീണ്ടും വീണ്ടും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പേരെടുത്ത് ഒരിക്കലും ഒരു പ്രധാനമന്ത്രി സ്ഥാനത്തോ അല്ലെങ്കിൽ ഒരു ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത ഒരാൾ പറയാൻ പാടില്ല എന്ന് ഒരു ഇന്ത്യൻ പൊതുബോധത്തിലുള്ള ഒരു കാര്യം പോലും ലംഘിച്ചുകൊണ്ട് അത് തുടരുകയാണ്. എന്താകും ഇതിൻ്റെ ലക്ഷ്യം? അജിംസ്, ഇതിൽ അത്ഭുതപ്പെടേണ്ട ഒരു കാര്യവുമില്ല. കാര്യം നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം രൂപപ്പെടുത്തിയിരിക്കുന്നത് അന്ധമായ മുസ്ലിം വിരോധത്തിലാണ്. അദ്ദേഹം രാഷ്ട്രീയത്തിൽ ഉയർന്നു വന്നതും അദ്ദേഹം പ്രധാനമന്ത്രി പദം വരെ എത്തിയതും വർഗീയ വിഷം വമിക്കുന്ന പ്രസ്താവനകളിലൂടെ, പ്രസംഗങ്ങളിലൂടെ, പ്രവർത്തികളിലൂടെ ഒക്കെയാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ സംബന്ധിച്ച് യഥാർത്ഥ നരേന്ദ്രമോദി രംഗത്ത് വന്നു എന്ന് മാത്രം കരുതിയാൽ മതി. കഴിഞ്ഞ കുറേ വർഷക്കാലമായി അദ്ദേഹം ഇത്രയും ജുഗുപ്സാവകമായ പ്രസ്താവനകൾ നടത്തുന്നതിൽ കുറേയൊക്കെ മിതത്വം പാലിച്ചിരുന്നു എന്ന് നമുക്കറിയാം. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, അദ്ദേഹം അധികാരത്തിലെത്തിയിട്ട് 10 വർഷക്കാലമായി. അദ്ദേഹത്തിന് തൻ്റെ ഒരു അന്താരാഷ്ട്ര പ്രതിച്ഛായയെക്കുറിച്ച് ഒരു കൺസേൺ ഉണ്ടായിരുന്നു. അന്താരാഷ്ട്ര തലത്തിൽ താനൊരു സ്റ്റേറ്റ്സ്മാനാണ് എന്ന് വരുത്തി തീർക്കണമെന്നൊരാഗ്രഹം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ G20 പോലെയുള്ള വലിയ അന്താരാഷ്ട്ര നേതൃസംഗമങ്ങൾ ഇന്ത്യയിൽ സംഘടിപ്പിച്ച് അദ്ദേഹം ഒരു അന്താരാഷ്ട്ര നേതാവാണ് എന്ന് വരുത്തി തീർക്കാൻ അദ്ദേഹം ശ്രമിച്ചു. ദിലീപ് കുഞ്ഞിക്കുഞ്ഞൻ സിനിമയിൽ പറയുന്നത് പോലെ, ഞാൻ എന്നെ തന്നെ വിളിക്കുന്ന വിമൽകുമാറാണ് എന്നുള്ളതുപോലെ അദ്ദേഹം സ്വയം വിളിച്ചതും അദ്ദേഹത്തിൻ്റെ ചുറ്റും നിന്നവരെ കൊണ്ട് വിളിപ്പിക്കാൻ ശ്രമിച്ചതും വിശ്വഗുരു എന്നൊക്കെയാണ്. പക്ഷേ ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഘട്ടം എത്തിയപ്പോൾ വിശ്വഗുരു എന്നൊക്കെയുള്ളത് മാറ്റിവെച്ച് അത്തരം സ്ഥാനങ്ങളൊന്നുമല്ല വേണ്ടത്. തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക മാത്രമാണ് ലക്ഷ്യം. തെരഞ്ഞെടുപ്പിലെ വിജയം ഭീഷണിയിലാണ്, ചോദ്യം ചെയ്യപ്പെടുന്നു എന്നൊരു ഘട്ടം വന്നപ്പോൾ യഥാർത്ഥ നരേന്ദ്രമോദി പുറത്തു വന്നു എന്ന് മാത്രമേ നമുക്ക് മനസ്സിലാകേണ്ടതുള്ളൂ. തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ഇതിനു മുൻപും ഇതൊക്കെ തന്നെ കാണിച്ചിട്ടുണ്ട്. നമുക്കറിയാം, 2018 ഗുജറാത്ത് തെരഞ്ഞെടുപ്പ് കാലത്ത് ഒന്നാം ഘട്ടം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അദ്ദേഹം വളരെയേറെ വർഗീയ വിഷം വമിക്കുന്ന പ്രസ്താവനകളുമായി രംഗത്ത് വന്നു. അദ്ദേഹം പറഞ്ഞു, കോൺഗ്രസ് ഗുജറാത്തിൽ ഒരു മുസ്ലിം മുഖ്യമന്ത്രിയെ ഉണ്ടാക്കാൻ പോവുകയാണ്, നിങ്ങൾ കോൺഗ്രസിന് വോട്ട് ചെയ്താൽ ഒരു മുസ്ലിം മുഖ്യമന്ത്രിയായിരിക്കും ഗുജറാത്തിലുണ്ടാവുക, അഹമ്മദ് പട്ടേലിനെ മുഖ്യമന്ത്രിയാക്കും എന്നാണ് അദ്ദേഹം ധ്വനിപ്പിച്ചത്. അതുപോലെ തന്നെ പാകിസ്ഥാനിൽ നിന്നും ആളുകളെത്തി ഗുജറാത്തിൽ നരേന്ദ്രമോദിയെ വധിക്കുവാനുള്ള ഗൂഢാലോചന നടന്നു. എന്നെ വധിക്കാനുള്ള ഗൂഢാലോചന മുസ്ലിങ്ങൾ നടത്തുന്നു, അതിന് കോൺഗ്രസ് പിന്തുണ നൽകുന്നു എന്നൊക്കെയുള്ള വളരെ വില കുറഞ്ഞ, യാതൊരു അടിസ്ഥാനവുമില്ലാത്ത, പിന്നീട് ഒരിക്കലും അദ്ദേഹമോ അദ്ദേഹത്തിൻ്റെ പാർട്ടിയോ സർക്കാരോ പരിശോധിക്കാത്ത ആരോപണങ്ങൾ ഉന്നയിച്ച് അദ്ദേഹം ആ തെരഞ്ഞെടുപ്പിന് നേരിട്ടു. ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി. ഒന്നാം ഘട്ടം തെരഞ്ഞെടുപ്പ് നടന്ന സീറ്റുകളിൽ കോൺഗ്രസിന് വലിയ മുന്നേറ്റമുണ്ടായിരുന്നു, മുൻതൂക്കമുണ്ടായിരുന്നു. രണ്ടാം ഘട്ടം തെരഞ്ഞെടുപ്പ് നടന്ന സീറ്റുകളിലെ മുൻതൂക്കം കൊണ്ട് BJPക്ക് അവിടെ നേരിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരാൻ കഴിഞ്ഞു. ഇത്തരം വർഗീയ വിഷം നിറഞ്ഞ പ്രചരണമാണ് അദ്ദേഹത്തിന് രണ്ടാം ഘട്ടത്തിൽ മുൻതൂക്കം നേടാനും BJPയെ അധികാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും ഉപയുക്തമായത്. അതേ ഒരവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ നിലനിൽക്കുന്നത് എന്നുള്ളതാണ് ഞാൻ കരുതുന്നത്. ഒന്നാം ഘട്ടം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അദ്ദേഹത്തിന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അത്രയൊന്നും ആശാവഹമായിരിക്കുകയില്ല. BJPയുടെ ആന്തരിക സർവേ തന്നെ BJPക്ക് ഒട്ടേറെ സീറ്റുകൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നതായി നാമൊക്കെ അറിഞ്ഞു. നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾ ഏതൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ്. പ്രത്യേകിച്ചും ഒന്നാം ഘട്ടം തെരഞ്ഞെടുപ്പ് നടന്ന രാജസ്ഥാനിൽ BJPക്ക് വലിയ നഷ്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഗുജറാത്തിലെ ഒരു മന്ത്രി ക്ഷത്രിയർക്കെതിരെ നടത്തിയ ഒരു പരാമർശം രാജസ്ഥാനിൽ വലിയ രീതിയിൽ ചർച്ചാ വിഷയമായിരിക്കുന്നു. ക്ഷത്രിയർ ബ്രിട്ടീഷുകാരുടെ കാലുനക്കികളായിരുന്നു എന്ന് ഗുജറാത്തിലെ ഒരു മന്ത്രി പറഞ്ഞത് ക്ഷത്രിയ സമൂഹത്തെ ആകെ അവിടെ BJPയുടെ ശത്രുക്കളാക്കി മാറ്റിയിരിക്കുകയാണ്. അവർ BJPക്കെതിരെ പരസ്യമായി രംഗത്ത് വന്നിരിക്കുന്നു. അതുപോലെ തന്നെ കർഷക സമരവുമായി ബന്ധപ്പെട്ട് ജാട്ടുകൾ ഓൾറെഡി BJPക്കെതിരാണ്. ഇങ്ങനെ ജാട്ടുകളും
ക്ഷത്രിയരുമാണ് രാജസ്ഥാനിലെ ഏറ്റവും പ്രമുഖമായ 2 സമുദായങ്ങൾ. ഈ 2 സമുദായങ്ങളെതിരായാൽ രാജസ്ഥാനിലെ ഫലം BJPക്ക് വളരെയേറെ പ്രതികൂലമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത് BJPയെ ഭയപ്പെടുത്തുന്നുണ്ട്. BJP പ്രതീക്ഷിച്ചതുപോലെ രാമക്ഷേത്ര നിർമ്മാണമോ അല്ലെങ്കിൽ ആർട്ടിക്കിൾ 370 കാശ്മീരിൽ റദ്ദ് ചെയ്തതോ G20 സമ്മേളനമോ ഒന്നും ഈ തെരഞ്ഞെടുപ്പിനെ നിർണ്ണയിക്കുന്ന ഒരു സെൻട്രൽ നരേറ്റീവായി മാറാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള തിരിച്ചറിവ് BJPക്ക് ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ പ്രാദേശികമായ ഒട്ടേറെ വിഷയങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യുന്നു. എക്കണോമിക് ഡിസ്ട്രസ് വലിയൊരു വിഷയമാകുന്നു. ജനങ്ങൾ അതിനെക്കുറിച്ച് ബോധവാന്മാരാണ് എന്ന് ഗ്രൗണ്ട് ലെവലിലുള്ള റിപ്പോർട്ടുകൾ പറയുന്നു. അപ്പോൾ ഇതിനെയൊക്കെ മറികടക്കാൻ വേണ്ടി BJPക്ക് ഇത്തരം ഒരു വർഗീയ അജണ്ടയിലേക്ക് രാഷ്ട്രീയത്തെ കൊണ്ടുപോവുക, ഈ തെരഞ്ഞെടുപ്പിനെ മാറ്റുക എന്നുള്ള ഒരു ഉദ്ദേശമുണ്ട്. രണ്ടാമതായി, കോൺഗ്രസിൻ്റെ മാനിഫെസ്റ്റോയിൽ സ്ത്രീകൾക്ക് 1 ലക്ഷം ദുർബല വിഭാഗത്തിൽപ്പെട്ട, ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ട, പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ട സ്ത്രീകൾക്ക് വർഷം 1 ലക്ഷം രൂപ വീതം നൽകും എന്നുള്ള വാഗ്ദാനം BJPയെ വളരെയേറെ ആശങ്കാകുലരാക്കിയിരിക്കുന്നു എന്നതാണ് കരുതാൻ. ഈ വാഗ്ദാനം ഗ്രാമീണ ജനതയിലേക്ക് എത്തിയെങ്കിൽ കോൺഗ്രസിന് അത് വലിയൊരു മുൻതൂക്കം നൽകും, മുന്നേറ്റത്തിന് കാരണമാകും എന്ന് BJP ഭയക്കുന്നു. അത് തടയുക എന്നുള്ളത് BJPയുടെ ലക്ഷ്യമാണ്. സാധാരണഗതിയിൽ ഒരു രാഷ്ട്രീയ പാർട്ടി അതിനെ നേരിടുന്നത് നിങ്ങൾ 1 ലക്ഷം തരുമെങ്കിൽ ഞങ്ങൾ 2 ലക്ഷം തരും എന്ന് പറഞ്ഞാണ് സാധാരണഗതിയിൽ ഒരു രാഷ്ട്രീയ പാർട്ടി അതിനെ നേരിടുന്നത്. പക്ഷേ അത്തരം വെൽഫെയർ പൊളിറ്റിക്സുകളിൽ വിശ്വസിക്കുന്ന ഒരു പാർട്ടിയല്ല BJP. BJPയുടെ കോർ വോട്ടേഴ്സ് എന്ന് പറയുന്നത് വർഗീയതയിൽ അടിസ്ഥാനമായാണ്. അതുകൊണ്ട് ഈ കോൺഗ്രസ് മാനിഫെസ്റ്റോ ജനങ്ങളിലേക്ക് എത്താതിരിക്കുക എന്നുള്ള വളരെ സുചിന്തിതമായ ഒരു ലക്ഷ്യവുമായാണ് വർഗീയ അജണ്ടയിലേക്ക് പ്രചരണത്തെ എത്തിക്കാൻ നരേന്ദ്രമോദി ശ്രമിച്ചിരിക്കുന്നത്. പക്ഷേ കോൺഗ്രസ് അതിനോട് കോൺഗ്രസ് അതിനോട് വളരെ ബുദ്ധിപരമായി പ്രതികരിച്ചു എന്നാണ് ഞാൻ കരുതുന്നത്. കോൺഗ്രസ് ഞങ്ങളുടെ മാനിഫെസ്റ്റോ മുൻനിർത്തിക്കൊണ്ടുള്ള ചർച്ചയ്ക്ക് തയ്യാറാണെന്നും അതിന് പ്രധാനമന്ത്രിയെ കോൺഗ്രസ് പ്രസിഡന്റ് കണ്ട് മാനിഫെസ്റ്റോ എന്താണെന്ന് അദ്ദേഹത്തിന് വിശദീകരിച്ചു കൊടുക്കാമെന്നും മാനിഫെസ്റ്റോയിലേക്ക് ചർച്ച കൊണ്ടുവരാൻ കോൺഗ്രസ് ശ്രമിക്കുന്നു. കോൺഗ്രസ് മാനിഫെസ്റ്റോയിൽ നിന്നും ചർച്ചയെ മാറ്റാൻ നരേന്ദ്രമോദി ശ്രമിക്കുന്നു. ഈ കാഴ്ചയാണ് ഈ ഘട്ടത്തിൽ നാം കാണുന്നത്. ശരി, ശ്രീ പിന്റു മഹാദേവ്, 10 വർഷം രാജ്യം ഭരിച്ച ഒരു പ്രധാനമന്ത്രി താൻ 10 വർഷം ചെയ്ത വികസന നേട്ടങ്ങൾ തന്നെ പറഞ്ഞാൽ അദ്ദേഹത്തെ വീണ്ടും 3ാം വട്ടവും രാജ്യം തിരഞ്ഞെടുക്കേണ്ടതാണ്. അപ്പോൾ ചെയ്തു വച്ച കാര്യത്തെക്കുറിച്ച് ആത്മവിശ്വാസമില്ലാത്തതുകൊണ്ടാണോ, അതല്ല സ്വന്തം കാലടിയിലെ മണ്ണ് ഒലിച്ചു പോകുന്നു എന്ന തോന്നൽ കൊണ്ടാണോ 1ാം ഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഒരു മാറ്റവുമില്ലാതെ പഴയ രീതിയിലേക്ക്, അതായത് വർഗീയത പറഞ്ഞു വോട്ട് നേടാം എന്ന രീതിയിലേക്ക് നിങ്ങൾ പോകുന്നത്? റിന്റു കേൾക്കുന്നുണ്ടോ? ഹലോ, ചോദ്യം കേട്ടോ? ടെക്നിക്കൽ കേൾക്കുന്നില്ല. റിന്റുവിന് കേൾക്കുന്നുണ്ടോ? കേട്ടു സാർ. ഓക്കെ, എന്തുകൊണ്ടാണ് ഈ 1ാം ഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ വർഗീയത പറഞ്ഞ് വോട്ട് നിലനിർത്താം എന്നൊരു ബോധ്യത്തിലേക്ക് BJP എത്തിയത്? 10 വർഷം രാജ്യം ഭരിച്ച പ്രധാനമന്ത്രി തന്നെ ഈ വർഗീയ വിഷപ്രചാരണത്തിന് നേതൃത്വം കൊടുക്കുന്നത് എന്തുകൊണ്ടാണ്? അല്ല, ആദരണീയനായിട്ടുള്ള നരേന്ദ്രമോദിയുടെ ആ സമ്മേളനത്തിലെ അദ്ദേഹത്തിന്റെ പ്രസംഗത്തെ തീർച്ചയായിട്ടും അതിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള പ്രചരണങ്ങളാണ് നടക്കുന്നത്. സ്വാഭാവികമായിട്ട് നമുക്കറിയാം, മൻമോഹൻ സിംഗ് ആവർത്തിച്ചതും പിന്നീട് രാഹുൽ ഗാന്ധി പറഞ്ഞതുമായ ഒരു കാര്യത്തെയാണ് അദ്ദേഹം അവിടെ അഡ്രസ്സ് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ട് മൈനോറിറ്റി വോട്ട് കിട്ടുന്നതിന് വേണ്ടി ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക സുരക്ഷിതത്വത്തെ തന്നെ, അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ട് അരാജകത്വം സൃഷ്ടിക്കുന്ന രീതിയിലുള്ള കോൺഗ്രസ് വിഭാവന ചെയ്യുന്ന വലിയൊരു പ്ലാനിങ്. അതിന് നമുക്കിപ്പോൾ ഒരു തർക്കം ആവശ്യമില്ല പ്രിന്റു. കാരണം എന്താ വെച്ചാൽ മൻമോഹൻ സിംഗ് എന്താണ് പ്രസംഗിച്ചതെന്നും മോദി എന്താണ് പറഞ്ഞതെന്നും ഇന്നലെ തന്നെ വെളിവായതാണ്. ഇത് മലയാളത്തിലെ മാധ്യമങ്ങളോ മീഡിയാവണോ മാത്രമല്ല, രാജ്യത്തെ മുഴുവൻ മാധ്യമങ്ങളും, ഒരുപക്ഷെ BJPയോടൊപ്പം നിൽക്കുന്ന മാധ്യമങ്ങൾ പോലും അത് തുറന്നു കാണിച്ചതാണ്. മോദി പറഞ്ഞതിലെ തെറ്റെന്താണ്, അതിലെ വർഗീയത എന്താണ് എന്ന് കൃത്യമായി തുറന്നു കാണിച്ചതാണ്. ഇനി അതിൽ തർക്കിക്കണം? അല്ല, അതിനകത്ത് തർക്കമൊന്നുമില്ലല്ലോ. മൻമോഹൻ സിംഗ് കൃത്യമായിട്ട് അതിനെ അഡ്രസ് ചെയ്യുന്നതും കോൺഗ്രസിന്റെ പോളിസിക്ക് അനുസരിച്ച് അവർ പറയുന്നത് മൈനോറിറ്റി എന്ന് പറയുന്നതിൽ ഒരു പ്രത്യേക വിഭാഗത്തെ മാത്രം അഡ്രസ് ചെയ്തുകൊണ്ട് പ്രത്യേകം പറയുന്നതിനെയാണ് അദ്ദേഹം അഡ്രസ് ചെയ്തത്. മൈനോറിറ്റി എന്ന് പറയുന്ന സമയത്ത് എല്ലാ മൈനോറിറ്റി ഉൾപ്പെടുത്തുമല്ലോ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആരോടും പ്രീണനമില്ലാത്ത നയമാണ് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ വിഭാവന ചെയ്യുന്നത്. അല്ല, അതിലെ വർഗീയത എന്താണ്? മോദിയുടെ പ്രസംഗത്തിലെ വർഗീയത എന്താണെന്ന് മനസ്സിലായോ പ്രിന്റുവിന്? അല്ല, അതിനകത്ത് വർഗീയത എന്ന് പറയാം, അദ്ദേഹം പറഞ്ഞത് ജാതിയുടെയും മതത്തിന്റെയും പേര് പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വിഭാവന ചെയ്യുന്ന കോൺഗ്രസിന്റെ പോളിസിയാണ് അദ്ദേഹം. അങ്ങനെ ഒരു വാക്ക് ഇപ്പൊ പ്രിന്റ് പറയുന്നത് പോലെ അല്ല അദ്ദേഹം പറഞ്ഞത്.
ജാതിയുടെയും മതത്തിന്റെയും പേര് പറഞ്ഞ വോട്ട് പ്രീണനം നടത്തുന്നതൊന്നുമല്ല അദ്ദേഹം പറഞ്ഞത്. നിങ്ങളുടെ സമ്പത്തെടുത്ത് നുഴഞ്ഞു കയറ്റക്കാർക്കും കൂടുതൽ കുട്ടികളെ ഉത്പാദിപ്പിക്കുന്നവർക്കും കൊടുക്കണമോ എന്ന് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ചോദിക്കുകയാണ്. അല്ല, അതിനകത്ത് അദ്ദേഹം പറഞ്ഞ ഒരു വസ്തുതാപരമായ ഒരു കാര്യത്തിന് അപ്പുറത്തേക്ക് ആ പ്രസംഗത്തെ വളച്ചൊടിക്കുന്നത്. ഏതാ വസ്തുതാപരമായ കാര്യം ഒന്ന് പറയാമോ? അല്ല, അദ്ദേഹം പറഞ്ഞത് ഏതെങ്കിലും ഒരു വിഭാഗത്തെ മാത്രം, ഒരു മൈനോറിറ്റിയെ മാത്രം. മൻമോഹൻ സിംഗ് പറഞ്ഞത് എന്താണ്? മൻമോഹൻ സിംഗിന്റെ പ്രസംഗത്തിൽ പറയുന്നത് എന്താണ്? രാജ്യത്തിന്റെ വിഭവങ്ങളുടെ ആദ്യത്തെ അധികാരികൾ രാജ്യത്തെ ദളിതരാണ്, രാജ്യത്തെ ആദിവാസികളാണ്, രാജ്യത്തെ മൈനോറിറ്റിയാണ്, മൈനോറിറ്റിയിൽ തന്നെ മുസ്ലിം മൈനോറിറ്റിയാണ്. അതിനെന്താ പ്രശ്നം? അങ്ങനെയല്ല സാർ, അങ്ങനെയല്ല. അതിനെന്താ പ്രശ്നം? എന്താ അതിന് അങ്ങ് പറഞ്ഞ ഈ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി ഒക്കെ പറഞ്ഞിട്ട് പർട്ടിക്കുലർ ആയിട്ട് പരാമർശം നടത്തുന്നുണ്ട്. പരാമർശം നടത്തുന്നുണ്ട്. അതിനെന്താ പ്രശ്നം? അല്ല, ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണോ രാജ്യത്തിന്റെ വ്യവസ്ഥിതി? അങ്ങനെ പ്രത്യേകമായിട്ടുള്ള ഏതെങ്കിലും ഒരു വിഭാഗത്തിന് മാത്രം? ഞാൻ ആ പ്രസംഗത്തിന്റെ വർബാറ്റം ഒന്നുകൂടി പ്രിന്റുവിന് കേൾപ്പിക്കാം. പ്രിന്റു അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നതുകൊണ്ടാണ്. ഇന്നലെ തന്നെ എല്ലാ മാധ്യമങ്ങളും അതിൽ തെറ്റ് പറഞ്ഞതാണ്. ഒരു നിമിഷം അത് പ്രേക്ഷകർ കൂടി മനസ്സിലാവണമല്ലോ. We will have to devise innovative plans to ensure that minorities, particularly the Muslim minority, are empowered to share equitably in the fruits of development. തുല്യമായ അവസരം, ഈ ഡെവലപ്മെന്റ് തുല്യമായ അവസരം എല്ലാവർക്കും ലഭിക്കണം, അതിൽ പർട്ടിക്കുലറായിട്ട് മുസ്ലിങ്ങൾക്കും ലഭിക്കണം എന്ന് പറയാനൊരു കാരണമുണ്ട്. അതിന് തൊട്ട് തലേ മാസമാണ് സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് സർക്കാരിന് മുമ്പിൽ വന്നത്. അതിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ജീവിത നിലവാരം ദളിതുകളിലേക്കാളും ആദിവാസികളെക്കാളും താഴെയാണെന്ന റിപ്പോർട്ട് പറയുന്നതുകൊണ്ടാണ് അത് ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം സംസാരിക്കുന്നത്. ഇനി ഇതിൽ ഈ നുഴഞ്ഞുകയറ്റക്കാരും കൂടുതൽ കുട്ടികളെ ഉൽപ്പാദിപ്പിക്കുന്നവരുമെന്ന് ഈ കമ്മ്യൂണിറ്റിയെ പ്രധാനമന്ത്രി, ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത അധികാരത്തിലെത്തിയ പ്രധാനമന്ത്രി വിളിക്കുന്ന വർഗീയതയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? അങ്ങനെയല്ലോ, അങ്ങനെ തന്നെ പറഞ്ഞത് നരേന്ദ്രമോദി. അത് തന്നെ, ആ വാക്ക് അങ്ങനെ തന്നെയാണ് ഉപയോഗിച്ചത്. ഇനി ഒരു നിമിഷം, മൻമോഹൻ സിംഗിന്റെ പ്രസംഗത്തിൽ ഞാനിപ്പോൾ വായിച്ച വരി മാത്രമല്ല, അതിനു മുമ്പ് അദ്ദേഹം കുറെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ദേ എന്ന വാക്ക് അവർ എന്ന് ഉപയോഗിക്കുന്നത്. അദ്ദേഹം ഉപയോഗിക്കുന്നത് എന്താണ്? എലോങ് വിത്ത് പ്രോഗ്രാംസ് ഫോർ ദ അപ്ലിഫ്റ്റ്മെന്റ് ഓഫ് SC/STs, അതർ ബാക്ക്വേർഡ് ക്ലാസസ്, മൈനോറിറ്റീസ് ആൻഡ് വിമൻ ആൻഡ് ചിൽഡ്രൻ. ഇത്രയും പറഞ്ഞിട്ടാണ് ഈ മൈനോറിറ്റീസിന്റെ കാര്യം പ്രത്യേകമായി എടുത്തു പറയുന്നത്. അതിനെന്താ പ്രശ്നം? നിങ്ങൾ എന്തുകൊണ്ടാണ്, എന്റെ ക്വസ്റ്റ്യൻ, മോദി ആ പ്രസംഗിച്ചത് പച്ച വർഗീയതയാണ് എന്ന് ഇന്ന് ലോകം മുഴുവനുള്ള മാധ്യമങ്ങൾ പറയുന്നു. ഇന്ത്യയിൽ ഗോദി മീഡിയ എന്ന് മറ്റുള്ളവർ വിശേഷിപ്പിക്കുന്ന BJPയെ സപ്പോർട്ട് ചെയ്യുന്ന മാധ്യമങ്ങൾ പോലും ഇത് വർഗീയതയാണെന്ന് പറയുന്നു. എന്നിട്ട് നിങ്ങൾ കേരളം പോലൊരു സംസ്ഥാനത്ത് വന്നിരുന്ന BJPക്ക് വേണ്ടി അതിനെ ന്യായീകരിക്കുകയാണ്. അല്ല, ന്യായീകരമല്ല സാർ. ഇത് മൻമോഹൻ സിംഗ് പറയുന്നു ഏപ്രിൽ 6 പ്രിന്റു ആ പറഞ്ഞത് വർഗീയതയാണോ അല്ലേ? എന്റെ ക്വസ്റ്റ്യൻ അതാണ്. മോദി ആ പറഞ്ഞത് വർഗീയതയാണോ അല്ലേ? മോദി മൻമോഹൻ സിംഗിനെ മിസ്കോട്ട് ചെയ്യുകയായിരുന്നു അല്ലേ? ഇതാണ് എന്റെ ക്വസ്റ്റ്യൻ. മോദിയുടെ വാക്കുകൾക്ക് അപ്പുറത്തേക്ക് കോൺഗ്രസ് വിഭാവന ചെയ്യുന്ന വലിയൊരു സാമ്പത്തികപരമായിട്ടുള്ള അസമത്വത്തെ കുറിച്ചും അല്ലെങ്കിൽ അവർ പ്ലാൻ ചെയ്ത കാര്യത്തെ കുറിച്ച് നിങ്ങൾ എന്തുകൊണ്ട് പറയുന്നില്ല? അവർ 2006 രണ്ടാം UPA സർക്കാർ പ്ലാൻ ചെയ്ത ഒരു കാര്യത്തെ കുറിച്ചാണ്. അത് അന്ന് തന്നെ ഈ പ്രശ്നം ചൂണ്ടിക്കാട്ടിയപ്പോൾ അതിന്റെ വിശദീകരണം കൊടുത്താണ്. എന്താണ് മൻമോഹൻ സിംഗ് പറഞ്ഞത് എന്ന്. നിങ്ങൾ 18 വർഷത്തിന് ശേഷം ആ പഴയ കാര്യം എടുത്തുകൊണ്ട് വരുവാണ്. പിന്നെ പറയുന്നു കോൺഗ്രസിന്റെ ഭരണഘടനയിൽ ഈ പറഞ്ഞ കാര്യങ്ങളുണ്ടെന്ന്. കോൺഗ്രസിന്റെ ഭരണഘടനയിൽ ഈ പറഞ്ഞ കാര്യം എവിടെയാണെന്ന് കാണിക്കാൻ കഴിയും? കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോയിൽ, ക്ഷമിക്കണം, കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ എവിടെയാണ്? പച്ചക്കള്ളം പറയുക എന്ന് മാത്രമല്ല, വർഗീയമായി വ്യാഖ്യാനിക്കുകയും ഒരു തരത്തിലുള്ള ഉളുപ്പുമില്ലാതെ വർഗീയത പറയുകയും ചെയ്യുന്നു. എന്നിട്ട് പ്രിന്റുവിനെ പോലുള്ളവർ ഇപ്പോഴും അതിനെ ന്യായീകരിക്കുന്നു. ലോകം മുഴുവൻ അത് തുറന്നു കാട്ടിയിട്ടും പ്രിന്റുവിനെ പോലുള്ളവർ ഇപ്പോഴും അത് ന്യായീകരിക്കുന്നു. സാമ്പത്തിക സർവേ, ജാതി സർവേ, ജാതി സെൻസസ് പറയുന്നു. സാമ്പത്തിക സർവേ നടത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് സാർ? സാമ്പത്തിക സർവേ നടത്തുന്നത് എന്തിനാണ്? അവർ പറയും വെൽത്ത് ഡിസ്ട്രിബ്യൂഷൻ ആണ്. അപ്പൊ വെൽത്ത് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ ഈ പറയുന്ന പ്രഥമ പരിഗണന ആർക്ക്? ആ ഒരു കാര്യത്തെയാണ് അഡ്രസ് ചെയ്യുന്നത്. അദ്ദേഹം ഈ രാജ്യത്തിന്റെ സർവ്വസമ്പത്തിനെയും അവകാശികൾ, പ്രഥമ പരിഗണന എന്ന് പറയുന്നത് SC/ST, സ്ത്രീകൾ, കുട്ടികൾ, ബാക്ക്വേർഡ് ക്ലാസസ്, മൈനോറിറ്റീസ് എന്ന് മുഴുവനും പറയുകയാണ്. ഈ മൈനോറിറ്റീസിൽ തന്നെ പ്രത്യേകമായി ഈ കമ്മ്യൂണിറ്റിയെ പറയാൻ കാരണമുണ്ട് ശ്രീ പ്രിന്റു. ഈ കമ്മ്യൂണിറ്റിയെ പറയാനുള്ള കാരണം സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് സർക്കാരിന്റെ മുമ്പിൽ വന്നുകൊണ്ടാണ് പ്രത്യേകമായി പറയുന്നത്. എന്താണ് സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് എന്ന് അറിയാമല്ലോ. ആ സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് ശുപാർശ ചെയ്ത പദ്ധതികൾ നിങ്ങളുടെ സർക്കാർ ഇപ്പോഴും നടപ്പാക്കുന്നുണ്ട്. ചിലത് നിർത്തലാക്കിയെങ്കിലും ആ കമ്മീഷൻ ശുപാർശ പ്രകാരമുള്ള പദ്ധതികൾ ഇപ്പോഴും നിങ്ങളുടെ സർക്കാർ നടപ്പാക്കുന്നു. ഇതേ മോദി തന്നെ കഴിഞ്ഞ മാസം എന്താ പറഞ്ഞത്? ഞങ്ങൾ ആ പദ്ധതികൾ മൈനോറിറ്റി കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ഞങ്ങൾ പദ്ധതികൾ നടപ്പാക്കുന്നു പറഞ്ഞ മോദിയാണ് പിന്നീട് വർഗീയത പറയുന്നത്. എന്തിനു വേണ്ടി? 4 വോട്ടിന് വേണ്ടി ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ. അല്ല സാർ, മോഡി ന്യൂനപക്ഷങ്ങൾ മുസ്ലിം സമുദായത്തിന് ഉന്നമനത്തിന് ചെയ്ത കാര്യങ്ങൾ ഒരു വോട്ട് ബാങ്ക് കണ്ടിട്ടോ
അല്ലെങ്കിൽ ഒരു സമൂഹത്തെ പ്രക്ഷുബ്ധത്തിൽ നിർത്തിക്കൊണ്ട് സംഘടിത വോട്ട് നേടാനല്ല. അദ്ദേഹം ന്യായമായിട്ടുള്ള ഏറ്റവും കൂടുതൽ മുസ്ലിം സമൂഹത്തിന്റെ അവകാശവും ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിച്ച ഒരു സർക്കാരാണ്. സ്വാഭാവികമായിട്ട് എന്നിട്ടാണോ ആ സമുദായത്തെ നുഴഞ്ഞുകയറ്റക്കാരെന്നും കൂടുതൽ കുട്ടികൾ ഉണ്ടാക്കുന്നവരെന്നും പറയുന്നത് പ്രിന്റു? അങ്ങനെ ഒരു സമുദായത്തെ അങ്ങനെ ആക്ഷേപിക്കാൻ ആരാണ് അധികാരം കൊടുത്തത് പ്രധാനമന്ത്രിക്ക്? ഈ വർഗീയത പറയാൻ ആരാണ് അധികാരം കൊടുത്തത്? അല്ല, അദ്ദേഹം ഒരു പ്രസംഗത്തിനകത്ത് ഈ രാജ്യത്തിന്റെ ഒരു പൊതു സവിശേഷതയെ സൂചിപ്പിക്കുന്ന സമയത്ത് എന്താണ് ആ പൊതു സവിശേഷത? അല്ല, കോൺഗ്രസ് ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ പറയുന്ന വെൽത്ത് കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ എന്താണ് നിങ്ങൾ പ്രശ്നം കാണുന്നത്? അത് നമുക്ക് അതിലേക്ക് പോകാം. കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ ഇത് പറയുന്നു എന്നാണല്ലോ പറയുന്നത്. കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ ഏത് പേജിൽ എന്താണ് പറയുന്നത്? അത് പറ. കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ പറയുന്ന കാര്യം പറ. കോട്ടിയെ നിങ്ങൾ കോൺഗ്രസിന്റെ പ്രകടന പത്രിക വായിച്ചിട്ടാണ് ഈ വിമർശനം ഉന്നയിക്കുന്നതെങ്കിൽ കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ ഏത് വാക്ക് എന്താണ് നിങ്ങളുടെ പ്രശ്നം പറ. എന്താ സാർ കോൺഗ്രസിന്റെ പ്രകടന പത്രികയിലെ പ്രശ്നം പറ. അല്ല, വെൽത്ത് ഡിസ്ട്രിബ്യൂഷന്റെ ആദ്യത്തെ അവകാശികൾ ഏതെങ്കിലും ഒരു പ്രത്യേക മൈനോറിറ്റി ആണോ സാർ? അങ്ങനെ കോൺഗ്രസിന്റെ പ്രകടന പത്രികയിലുണ്ടോ? ഏത് പേജിൽ എത്രാമത്തെ വരി? അല്ല, മൻമോഹൻ സിംഗ് മൻമോഹൻ സിംഗ് പറഞ്ഞത് 2006-ലാണ്. മൻമോഹൻ സിംഗ് പറഞ്ഞത് 2006-ലാണ്. ഇനി അത് തെറ്റാണെന്ന് തന്നെ ഇരിക്കട്ടെ. മൻമോഹൻ സിംഗിനെ താഴെ ഇറക്കി മോദിയെ കൊണ്ടുവന്നു. ഇനി ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിനെ പറ്റി പറ. കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ എവിടെയാ പറയുന്നത്? മോദി അതും പറയുന്നുണ്ട്. കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ എവിടെയാണ് എന്താണ് പറയുന്നത്? ഈ മൻമോഹൻ സിംഗ് പറഞ്ഞ കാര്യം ഒന്ന് പറ. അല്ല, അങ്ങനെ പറയില്ല. മൻമോഹൻ സിംഗ് മോദി അങ്ങനെ പറഞ്ഞ നിങ്ങൾ പറഞ്ഞ മോദി അതാ പറഞ്ഞത്. മോദി പറയുന്നത് അതാണ്. സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി പറയുന്നത്. അദ്ദേഹം പറയുന്നത് എന്താണ്? സ്വാഭാവികമായിട്ട് വെൽത്ത് ഡിസ്ട്രിബ്യൂഷൻ നടത്തും, സാമ്പത്തിക സർവേ നടത്തും. വെൽത്ത് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം സാർ? അദാനിയുടെ അംബാനിയുടെ സ്വത്ത് മാത്രമല്ലല്ലോ, ഈ രാജ്യത്തിലെ മുഴുവൻ ആളുകളുടെയും സ്വത്തും സമ്പാദ്യവും എടുത്തെടുത്ത് ഈ വെൽത്ത് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ മോദി എന്താ വിചാരിച്ചിട്ടുള്ളത്? വെൽത്ത് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ രാജ്യത്തെ പാവപ്പെട്ടവരുടെ പണം പെട്രോളിന് വില കൂടി പിടിച്ചെടുത്ത് അദാനിക്ക് കൊണ്ടേ കൊടുക്കാന്നാണോ വെൽത്ത് ഡിസ്ട്രിബ്യൂഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതാണോ? അങ്ങനെയല്ലോ. പിന്നെ മോദി എന്താ ഉദ്ദേശിക്കുന്നത്? ഈ കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ മോദി കാണുന്ന പ്രശ്നം എന്താണ്? കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ മോദി കാണുന്ന പ്രശ്നം എന്താണ്? പ്രിന്റു പറ. കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ ഏത് പേജിൽ ഏത് വരിയാണ് നിങ്ങളുടെ പ്രശ്നം? അത് പറ. പറയുന്നത് പോലെ, നക്സൽ അറബനുകൾ പറയുന്നത് പോലെ ഈ രാജ്യത്തിന്റെ മുഴുവൻ പൊതുസമ്പത്ത് പിടിച്ചെടുത്തുകൊണ്ട് വെൽത്ത് ഡിസ്ട്രിബ്യൂഷൻ നടക്കുക എന്നുള്ളത് നമ്മുടെ സ്വാതന്ത്ര്യത്തിലും പരമാവധി എന്ന് കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ എവിടെയാ പറയുന്നത് പ്രിന്റു? എന്റെ ചോദ്യം അതാണ്. ഏത് പേജിൽ എത്രാമത്തെ വരിയിൽ അങ്ങനെ പറയുന്നു? റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് എന്ന് പറഞ്ഞാൽ ആളുകളുടെ പണം മുഴുവൻ പിടിച്ചെടുത്ത് വേറെ ആരെങ്കിലും കൊടുക്കുക എന്നാണോ? എന്താ റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് പറഞ്ഞ കോൺഗ്രസ് തന്നെ പറയുന്നുണ്ടല്ലോ. കോൺഗ്രസ് പ്രകടന പത്രികയിൽ തന്നെ പറയുന്നുണ്ടല്ലോ എന്താ റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് എന്ന്. എന്താണ് റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് എന്താണെന്ന് കോൺഗ്രസ് പ്രകടന പത്രികയിൽ പറയുന്നുണ്ട്. നിങ്ങൾ അതൊന്ന് വായിച്ചു നോക്ക്. അല്ല, സാമ്പത്തിക സർവേ എന്തിനാ നടത്തുന്നത്? ഞാനൊരു പോളിസിയാണ് 2006 മുതൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പോളിസി നിങ്ങൾക്ക് പ്രശ്നമാണ്. വെൽത്ത് റീഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന പോളിസി നിങ്ങൾക്ക് പ്രശ്നമാണെങ്കിൽ അതിനെ വിമർശിക്കണ്ടേ? അതിനെ വർഗീയവൽക്കരിക്കുന്നത് എന്തിനാണ്? പ്രധാനമന്ത്രി ആ വർഗീയവൽക്കരണം നടത്തിയത് എന്തിനാണ്? അല്ല, വർഗീയവൽക്കരണം ആരാണ് നടത്തിയിട്ടുള്ളത്? ഇപ്പൊ സിഎയുടെ പേര് പറഞ്ഞുകൊണ്ട് ഇന്ത്യയിൽ ഒരു നിങ്ങളുടെ സ്വത്തെടുത്ത് പർട്ടിക്കുലർ കമ്മ്യൂണിറ്റിക്ക് വിതരണം ചെയ്യാൻ പോകുന്നു. അവർ നുഴഞ്ഞുകയറ്റക്കാരും കൂടുതൽ കുട്ടികൾ ഉത്പാദിപ്പിക്കുന്നവരാണെന്ന് പ്രധാനമന്ത്രി പറയുന്നതിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. ഇന്ന് ലോകം മുഴുവൻ പ്രിന്റു അതിൽ തർക്കിക്കല്. ലോകം മുഴുവൻ അത് വർഗീയതയാണെന്നും പോളറൈസേഷന്റെ ശ്രമമാണെന്നും മിസ്കോട്ടിംഗ് ആണെന്നും വിലയിരുത്തി കഴിഞ്ഞു. നിങ്ങൾ വീണ്ടും ഇവിടെ തർക്കിക്കുകയാണ് അതിനെപ്പറ്റി. അല്ല, ഞാൻ പറയുന്നത് ഈ വർഗീയതയുടെ പ്രചരണത്തിന്റെ മൊത്ത കച്ചവടക്കാരായിട്ട് മാറിയിട്ടുള്ളത് ബി.ജെ.പി. ഒന്നുമല്ല. നരേന്ദ്രമോദി അഡ്രസ് ചെയ്തത് കോമൺ ആയിട്ട് കോൺഗ്രസുമായി ബന്ധപ്പെട്ട കാര്യത്തെയാണ്. കോൺഗ്രസിന്റെ പോളിസി ഇതാണ്. കോൺഗ്രസിന്റെ പോളിസി ഏതെങ്കിലും പ്രത്യേക വിഭാഗത്തോട് പ്രീണനം നടത്തിക്കൊണ്ട് രാജ്യത്തെ അരക്ഷിതാവസ്ഥയിൽ നയിക്കുന്ന കോൺഗ്രസിന്റെ പോളിസിയാണ് ചോദ്യം ചെയ്യുന്നത്, അല്ലാതെ ഏതൊരു സമുദായത്തെ ആരെ പ്രീണിപ്പിച്ച പ്രീണനം ഒന്ന് പറ പ്രിന്റു. പ്രിന്റുവിനോട് ഞാൻ കഴിഞ്ഞ 14 മിനിറ്റായി ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ആ പ്രീണനം ഒന്ന് പറ. ഏതാണ് ആ പ്രീണനം? അല്ല, ഏത് കാര്യത്തിലും പ്രീണനമല്ല. നിങ്ങൾ മോദി പറയുന്നത് മാനിഫെസ്റ്റോയിൽ അത് ഉണ്ട് എന്നാണ്. ആ മാനിഫെസ്റ്റോയിൽ ആ വരി പറ, അത് കോട്ട് ചെയ്യ്, നമുക്ക് ഈ പ്രശ്നം തീർക്കാം. മാനിഫെസ്റ്റോ ഞാൻ സാമ്പത്തിക സർവേ എന്ന് പറയുന്നുണ്ടോ? സാമ്പത്തിക സർവേ ഇപ്പോഴും മോദി നടത്തുന്നതാണ് രാജ്യത്ത്. എല്ലാ ബജറ്റിനും മുമ്പ് രാജ്യത്ത് സാമ്പത്തിക സർവേ നടത്തുന്നുണ്ട്. മോഡിയുടെ സാമ്പത്തിക സർവേയും കോൺഗ്രസിന്റെ പോളിസിയിൽ വരുന്ന സാമ്പത്തിക ആ പോളിസിയുടെ പ്രശ്നം നിങ്ങൾ പറഞ്ഞേ. മാനിഫെസ്റ്റോയിൽ അവർ പറയുന്ന പോളിസിയുടെ പ്രശ്നം പറ. അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസിനെയാണ് പറഞ്ഞത്. കോൺഗ്രസ്സുകാർ വരാതിരിക്കുന്ന കാരണമാണ് ഈ രാജ്യത്തെ മതപ്രീണനത്തിന്റെ പേരിൽ പരസ്പരം ഹിന്ദുവിനെ മുസൽമാനെയോ എന്ന് എവിടെയാണ് പറയുന്നത്? കോൺഗ്രസ് പ്രീണനം നടത്തുന്ന രീതിയിൽ അവരുടെ മാനിഫെസ്റ്റോയിൽ പറയുന്നത് കോട്ട് ചെയ്യ്, നമുക്ക് ചർച്ച നിർത്താം. അല്ല, അതിനകത്ത് സാമ്പത്തിക സർവേ ഇത് സാമ്പത്തിക സർവേ അത് വിട്. ഇനി എനിക്ക് അതിൽ സമയം പാഴാക്കാനില്ല. ശ്രീ ജിൻഡോ,
നിങ്ങളുടെ മാനിഫെസ്റ്റോയാണ് പ്രശ്നം, അത് പറഞ്ഞ രീതിയിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിലും പോളിസിയാണ് വിമർശിച്ചതെന്നാണ് പ്രിന്റുവിന്റെ വാദം. അജിംസേ, ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ട് ഇത്രയും ദിവസമായി ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് അദ്ദേഹം കഴിഞ്ഞ 10 വർഷക്കാലം ഈ രാജ്യത്തെ ജനങ്ങളോട് കുറേ ഗ്യാരണ്ടി കൊടുത്തിട്ട് വന്നതാണ്. ആ ഗ്യാരണ്ടികൾ ഞാൻ പൂർത്തിയാക്കി, എൻ്റെ ഭരണ നേട്ടങ്ങൾ ഇതാണ്, അത് പറഞ്ഞിട്ട് നിങ്ങളുടെ നിത്യജീവിതത്തെ സ്വാധീനിക്കുന്ന രീതിയിൽ ഞാൻ നടത്തിയിട്ടുള്ള ഭരണ നേട്ടങ്ങൾ, എൻ്റെ ഭരണ മികവിൻ്റെ പേരിൽ എനിക്ക് വോട്ട് ചെയ്യണമെന്ന് ഒരു വേദിയിൽ പോലും അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഏറ്റവും വലിയ പരാജയം നരേന്ദ്രമോദിയുടെ അതാണ്. കാരണം അദ്ദേഹത്തിന് രാഹുൽ ഗാന്ധി മട്ടൻ കറി ഉണ്ടാക്കുന്നതോ മൻമോഹൻ സിംഗ് വർഷങ്ങൾക്ക് മുമ്പ് സംസാരിച്ചതിനെ കുറിച്ചിട്ട് മിസ്കോട്ട് ചെയ്ത് സംസാരിക്കുന്നതോ അല്ലെങ്കിൽ ഹനുമാന്റെ പ്രാർത്ഥന നടത്തുന്നതോ ഇതൊക്കെയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറയുന്നത്. ഒരു തെരഞ്ഞെടുപ്പ്, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്ത് എന്ന് അവകാശപ്പെടുന്ന ഒരു രാജ്യത്ത് ഒരു പൊളിറ്റിക്കൽ എക്സസൈസ്, ജനാധിപത്യ എക്സസൈസ് നടക്കുമ്പോൾ, ഡെമോക്രാറ്റിക് എക്സസൈസിന്റെ ഭാഗമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അതിന് നിലവിലെ പ്രധാനമന്ത്രി പറയുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. എത്ര പച്ചക്കള്ളമാണ് ഈ പറയുന്നത്. ഇവർക്ക് ന്യൂനപക്ഷങ്ങളുടെ ടാക്സ് വേണം, മൈനോറിറ്റീസിൻ്റെ, ക്രിസ്ത്യൻ മൈനോറിറ്റീസ് ആയിക്കോട്ടെ, മുസ്ലിം മൈനോറിറ്റീസ് ആയിക്കോട്ടെ, മറ്റ് മൈനോറിറ്റീസ് ആയിക്കോട്ടെ, ആദിവാസികളായിക്കോട്ടെ, ദളിതരായിക്കോട്ടെ, അവരിൽ നിന്ന് ഇവർക്ക് എല്ലാ ടാക്സും വേണം, അവരുടെ പണം വേണം, അവരെ കൊള്ളയടിക്കണം. പെട്രോളിയം നികുതി കൊള്ള ഉൾപ്പെടെ വിവിധ കൊള്ളകൾ നടത്തുന്നുണ്ട്, അതൊക്കെ ഇവർക്ക് വേണം. പക്ഷേ ഈ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യർക്ക് അവരുടെ ജീവിതത്തെ കുറച്ചുകൂടി മെച്ചപ്പെടുത്തുന്ന യാതൊരു പദ്ധതികളും പറയാനില്ല, നടപ്പാക്കാനില്ല. ഒന്നാമത്തത്, തൊഴിലില്ലായ്മയെക്കുറിച്ച് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ട് ഒരു ദിവസം പോലും അഡ്രസ്സ് ചെയ്തിട്ടില്ല. പട്ടിണിയെക്കുറിച്ച് പറഞ്ഞിട്ടില്ല, വിലക്കയറ്റത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല, പെട്രോളിയം നികുതി കൊള്ളയെക്കുറിച്ച് പറഞ്ഞിട്ടില്ല, സ്ത്രീ പീഡനങ്ങൾ, ആദിവാസി ദളിത് പീഡനങ്ങൾ, മൈനോറിറ്റി പീഡനങ്ങൾ, ക്രിസ്ത്യൻ മുസ്ലിം മൈനോറിറ്റീസിനെതിരെയുള്ള പീഡനങ്ങൾ, ഇങ്ങനെ നിരവധിയായ വിഷയങ്ങൾ ഈ രാജ്യത്തെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ചർച്ച ചെയ്യുന്നുണ്ട്, മനുഷ്യർ ചർച്ച ചെയ്യുന്നുണ്ട്. മനുഷ്യർ ചർച്ച ചെയ്യുന്നതൊന്നും നരേന്ദ്രമോദി ചർച്ച ചെയ്യില്ല എന്നെന്തോ നിർബന്ധമുള്ളത് പോലെയാണ്. അദ്ദേഹം പറയുന്നത് നുഴഞ്ഞു കയറ്റക്കാർക്ക് കൊടുക്കാൻ പറ്റില്ല ഭൂരിപക്ഷത്തിന്റെ പണം എടുത്തുകൊണ്ട്. ആരെയാണ് നുഴഞ്ഞു കയറ്റക്കാരെന്ന് നരേന്ദ്രമോദി അഡ്രസ് ചെയ്തത് എന്ന് പ്രിന്റു മഹാദേവ് പറയണം. താങ്കൾ നേതാവ് കൂടിയായിട്ടുള്ള പ്രത്യേകമായി വിശദീകരിക്കേണ്ട ഒരു കാര്യമില്ല. ആ പ്രസംഗം കേൾക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും ആരെയും ഉദ്ദേശിക്കുന്നത്. അല്ല, അത് അജിംസിനും എനിക്കും നമ്മളോടൊപ്പം ചർച്ചയിലിരിക്കുന്ന മറ്റാളുകൾക്കും ഇത് കേൾക്കുന്ന ആളുകൾക്കും ബോധ്യമുണ്ട്. കൃത്യമായിട്ട് അറിയാം നരേന്ദ്രമോദി ഉദ്ദേശിച്ചത് മുസ്ലിം മതവിശ്വാസികളെ, ഇവിടുത്തെ മൈനോറിറ്റീസിനെയാണ് നുഴഞ്ഞ കയറ്റക്കാരെന്ന് പറയുന്നത്. ചരിത്രബോധമില്ലാത്ത, എൻറ്റയർ പൊളിറ്റിക്കൽ സയൻസിൽ ഡിഗ്രി ഉണ്ടെന്നുള്ള വ്യാജ ഡിഗ്രി സർട്ടിഫിക്കറ്റിന്റെ ബലത്തിൽ ഈ രാജ്യത്തെ ആളുകളെ ഇത്രത്തോളം കള്ളം പറഞ്ഞ് പ്രചരിപ്പിച്ചാൽ വിശ്വസിക്കുമെന്ന് അദ്ദേഹത്തിന് ഒരു തോന്നലുണ്ടാവും. അദ്ദേഹത്തിന്റെ മൻ കി ബാത്ത് കേട്ട് കൈയടിക്കുന്ന BJP-ക്കാർ കണ്ടിട്ടായിരിക്കും. പക്ഷെ രാജ്യത്തെ പൊതുബോധം അങ്ങനെയല്ല. ഞാൻ പ്രിന്റു മഹാദേവനോടൊന്ന് ചോദിക്കാൻ കാരണം, അദ്ദേഹം നരേന്ദ്രമോദിയുടെ പാർട്ടിക്ക് വേണ്ടി, നരേന്ദ്രമോദിക്ക് വേണ്ടി സംസാരിക്കാൻ വരുന്നല്ലോ. ഈ ചർച്ചയിലെങ്കിലും താങ്കൾ പറയണം, നരേന്ദ്രമോദി ആരെയാണ് നുഴഞ്ഞുകയറ്റക്കാർ എന്ന് ഉദ്ദേശിച്ചത്? മുസ്ലിം മതവിശ്വാസികളെയാണോ അതോ മറ്റാരെങ്കിലും ആണോ എന്ന് താങ്കൾ പറയണം. രണ്ടാമത്തത്, കൂടുതൽ കുട്ടികളെ ജനിപ്പിക്കുന്ന ആളുകൾ എന്ന് അദ്ദേഹം പറഞ്ഞത് അത് ആരെക്കുറിച്ചാണ്? മുസ്ലിം മതവിശ്വാസികളെ കുറിച്ചിട്ടാണോ, അല്ലെങ്കിൽ ക്രിസ്ത്യാനികളെ കുറിച്ചിട്ടാണോ, അല്ലെങ്കിൽ ആദിവാസികളെ, ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളുകളെ, OBC-ക്കാരെ കുറിച്ച് ആരെ കുറിച്ചിട്ടാണ് കൂടുതൽ കുട്ടികളെ ജനിപ്പിക്കുന്നവർ എന്ന് അദ്ദേഹം പറഞ്ഞത്? ഇത് രണ്ടും താങ്കൾക്കൊരു ബോധ്യം ഉണ്ടാവല്ലോ. താങ്കളുടെ അഭിപ്രായം കൂടി കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രധാനമന്ത്രി പറഞ്ഞത് ഞങ്ങൾ കേട്ടു. ഇനി ഇദ്ദേഹം ഒരു കാര്യം കൂടി പറയട്ടെ, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. അദ്ദേഹം ഏതെങ്കിലും ഒരു നിലവാരമില്ലാത്ത അല്ലെങ്കിൽ അലവലാതി BJP നേതാവല്ല. അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്, ഭരണഘടനാ പദവിയിലിരിക്കുന്ന ആളാണ്. അദ്ദേഹത്തെ ഈ രാജ്യത്തെ ഇലക്ഷൻ കമ്മീഷൻ വരെ ഭയപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം പറയുന്ന വാക്കുകളോട് അക്കൗണ്ടബിൾ ആണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അല്പമെങ്കിലും വാസ്തവം ഉണ്ടാകണം. ഇന്നേ വരെ ഇന്ത്യൻ പ്രധാനമന്ത്രി 10 വർഷക്കാലത്തിനിടയിൽ ഒരിക്കൽ പോലും സത്യം പറഞ്ഞിട്ടില്ല. വളച്ചൊടിച്ച് പറഞ്ഞിട്ടേ ഉള്ളൂ, വികൃതമാക്കിയിട്ടേ ഉള്ളൂ. ഡിസ്റ്റോർഷൻ എന്ന് പറഞ്ഞാൽ, അതായത് ഹിസ്റ്ററിയെ, ചരിത്രത്തെ ഇത്രത്തോളം ഡിസ്റ്റോർട്ട് ചെയ്ത് അഡ്രസ് ചെയ്യുന്ന ഒരു നേതാവ് ഇന്ത്യയുടെ ചരിത്രത്തിൽ മറ്റാരും ഉണ്ടായിട്ടില്ല. BJP-യിൽ പോലും മറ്റൊരാളും ഉണ്ടോന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പച്ചയ്ക്ക് വർഗീയത പറയുന്ന ഒരു പ്രധാനമന്ത്രി ഈ രാജ്യത്തിന് അപമാനമാണ്. പച്ചക്കള്ളമല്ല അദ്ദേഹം പറയുന്നത്. കോൺഗ്രസിന്റെ പ്രകടന പത്രികയെ കുറിച്ചിട്ട് ഏത് പേജിൽ എങ്ങനെയാണ് എന്തിനെ കുറിച്ചിട്ടാണ് നരേന്ദ്രമോദി പറഞ്ഞതെന്ന് പറയണം. എന്താ കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുള്ളത്? ഞങ്ങൾ കോൺഗ്രസിന്റെ പ്രകടന പത്രികയെ കുറിച്ച് ഡിബേറ്റ് ചെയ്യാൻ തയ്യാറാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒരു പ്രസ് കോൺഫറൻസ് വിളിച്ചിട്ട് കോൺഗ്രസിന്റെ വക്താവും ഇന്ത്യയുടെ പ്രധാനമന്ത്രി കൂടി ഒന്നിച്ചിരുന്ന് ഒരു വേദിയിലിരുന്ന് സംസാരിക്കാൻ ധൈര്യമുണ്ടോ? 10 വർഷം ഈ രാജ്യം ഭരിച്ച രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്ക് ധൈര്യമുണ്ടോ? കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ ഇന്ന വിഷയങ്ങളെ ഞങ്ങൾ രാഷ്ട്രീയമായിട്ട്, സാമ്പത്തികമായിട്ട് ഞങ്ങൾ എതിർക്കുന്നു എന്ന് പറയണം. പകരം നിങ്ങളുടെ പ്രകടന പത്രികയിൽ നിങ്ങൾ എന്ത് പറയുന്നു? കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ ഞങ്ങൾ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് 400 രൂപ കൂലിയാക്കുമെന്നും 1 ലക്ഷം രൂപ വെച്ച് ശമ്പളം കൊടുക്കുന്ന തൊഴിൽ അവസരങ്ങൾ ചെറുപ്പക്കാർക്ക് കൊടുക്കുമെന്നും, അല്ലെങ്കിൽ സ്ത്രീകൾക്ക്, പാവപ്പെട്ട വീട്ടമ്മമാർക്ക് 1 ലക്ഷം രൂപ പ്രതിവർഷം കൊടുക്കുമെന്നൊക്കെ ഞങ്ങൾ പറയുമ്പോൾ, കർഷകർക്ക് മിനിമം സപ്പോർട്ട് പ്രൈസ് കൊടുക്കുമെന്നൊക്കെ പറയുമ്പോൾ, ഇതിന് തത്തുല്യമായിട്ടോ ഇതിന് പാരലായിട്ടോ BJP-യുടെ പ്രകടന പത്രികയിൽ നിങ്ങൾക്ക് എന്തുണ്ട് പറയാൻ? നിങ്ങൾ കഴിഞ്ഞ
10 വർഷക്കാലം എന്ത് നടപ്പാക്കി ഇതുമായി ബന്ധപ്പെട്ട്? ഇനി പ്രിന്റു മഹാദേവനോട് ഒരു ചോദ്യം കൂടി. നിങ്ങൾ വെൽത്ത് ഡിസ്ട്രിബ്യൂഷൻ റീഡിസ്ട്രിബ്യൂഷൻ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? സാമ്പത്തിക ശാസ്ത്രത്തിന്റെ മിനിമം കാര്യങ്ങളെങ്കിലും ഒന്ന് പഠിച്ചിട്ട് വേണം. ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് അത് വിവരമില്ലെന്ന് നമുക്കറിയാം. താങ്കളെ പോലുള്ള ആളുകളെങ്കിലും പറയാം. താങ്കളുടെയൊക്കെ ചർച്ചകൾ ഞങ്ങൾ പലപ്പോഴും കാണാറുള്ളതാണ്. അതിന് പല പ്രോഗ്രാംസ് പ്രോജക്റ്റുകളുണ്ട്. അദാനിയുടെ അംബാനിയുടെ പണം എടുത്തു കൊടുക്കുന്നതിനെ കുറിച്ച് താങ്കൾ വിഷമിക്കേണ്ട. അദാനിയുടെ അംബാനിയുടെ അല്ല BJP നേതാക്കന്മാരുടെ ആരുടെയും പണം നേരിട്ട് പോയി പിടിച്ചെടുത്തുകൊണ്ട് നിങ്ങളുടെ BJP കോൺഗ്രസിന്റെ അക്കൗണ്ടിൽ നിന്ന് പ്രതിപക്ഷ പാർട്ടിയുടെ അക്കൗണ്ടിൽ നിന്ന് പിടിച്ചെടുത്ത് കട്ടെടുത്തുകൊണ്ട് പോകുന്ന പോലെ അല്ല വെൽത്ത് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ. അത് പല പ്രോജക്റ്റുകളും പ്രോഗ്രാമുകളും നടത്തിക്കൊണ്ട് സാധാരണ മനുഷ്യർക്ക്, പാവപ്പെട്ടവർക്ക്, സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ കൊടുത്തുകൊണ്ട്, അവർക്ക് കുറെ കൂടി വരുമാന മാർഗങ്ങൾ കൊടുത്തുകൊണ്ട്, അവർക്ക് കുറെ കൂടി സാമ്പത്തിക സാഹചര്യങ്ങൾ സ്വാതന്ത്ര്യം ഉറപ്പ് കൊടുക്കുന്ന പദ്ധതിയുടെ പേരാണ്. അല്ലാതെ ഏതെങ്കിലും മറ്റൊരാളുടെ ഇന്ന് പണം മൊത്തത്തിൽ അടിച്ചു മാറ്റി വേറൊരാൾക്ക് കൊടുക്കുന്ന പരിപാടിയല്ല. അത് നിങ്ങൾക്ക് തോന്നുന്നത് EDA എൻഫോഴ്സ്മെന്റിനെ അല്ലെങ്കിൽ മറ്റേ IT ഡിപ്പാർട്ട്മെന്റിനെ CBI ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ഇലക്ട്രൽ ബോണ്ട് നടത്തിയത് കൊണ്ട് നിങ്ങൾക്ക് തോന്നുക നിങ്ങളുടെ വെൽത്ത് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ, റീഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇലക്ട്രൽ ബോണ്ടാണ്. ഞങ്ങളുടെ അതല്ല. ഞങ്ങൾ ഈ രാജ്യത്തെ ആളുകൾക്ക് മൻമോഹൻ സിംഗ് ഭരിച്ച 10 വർഷക്കാലം തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ, ഭക്ഷ്യ സുരക്ഷാ പദ്ധതിയിലൂടെ, അത്തരത്തിലുള്ള നിരവധി പദ്ധതികളിലൂടെ, നിയമനിർമ്മാണത്തിലൂടെ മനുഷ്യർക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ട് വെൽത്ത് ഡിസ്ട്രിബ്യൂഷൻ. അത് പറയാനുള്ള മര്യാദ ഉണ്ടല്ലോ നിങ്ങൾക്ക്. അല്ല, പ്രിന്റ് ചോദിക്കൂ, എന്താ പ്രിന്റിന്റെ സംശയം? ഏത് രീതിയിലാണ് നിങ്ങൾ വെൽത്ത് ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നത്? ഓക്കെ ജിൻഡോ, അത് വിശദീകരിച്ചു കൊടുക്കും. പ്രേക്ഷകർ കൂടി അത് എളുപ്പം മനസ്സിലാവും. എന്താണ് വെൽത്ത് റീഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളത് വിശദീകരിച്ചു കൊടുക്കും. അല്ല, പ്രിന്റു മഹാദേവേ, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് നരേന്ദ്രമോദി വരുന്ന 2014 മുമ്പിൽ ഇവിടെ 56, എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ 56ഓളം ശതകോടീശ്വരന്മാരുണ്ടായിരുന്നു പറയും. ഇന്ന് അത് 261 വർദ്ധിച്ചു എന്ന് പറയുന്നു. അതൊരു രാജ്യത്തിന് അഭിമാനമാണെന്ന് പറയുന്നത് BJP സർക്കാർ മാത്രമാണ്. അതൊരു രാജ്യത്തിന്റെ അഭിമാനമല്ല. ഈ രാജ്യത്തിന്റെ മുഴുവൻ സമ്പത്തും 75% വരുന്ന സമ്പത്തും വളരെ കുറച്ച് ആളുകളിൽ, 1% ആളുകളിലേക്ക് കുമിഞ്ഞു കൂടുന്നതിന് എങ്ങനെ നമ്മൾ ന്യായീകരിക്കാൻ പറ്റുക? ഇവിടുത്തെ ബാക്കി വലിയ ശതമാനം ആളുകൾ ഒരു നിമിഷം ഈ വെൽത്ത് റീഡിസ്ട്രിബ്യൂഷൻ എന്താണ്? പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആവുന്നതിന് ഒരു നിമിഷം 2013-2014 കാലഘട്ടത്തിൽ പറഞ്ഞ ഒരു നിമിഷം ഞാൻ ക്ലാരിറ്റി വരുത്താം. എങ്ങനെയാണെന്നറിയാവോ? സ്വിസ് ബാങ്കിൽ കുമിഞ്ഞുകൂടിയിട്ടുള്ള രാജ്യത്തെ കള്ളപ്പണം തിരികെ കൊണ്ടുവന്ന് രാജ്യത്ത് വിതരണം ചെയ്താൽ ഓരോരുത്തരുടെയും അക്കൗണ്ടിൽ 15 ലക്ഷം വരുമായിരുന്നു. അതിനെയാണ് വെൽത്ത് റീഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെയല്ല, അതിനാണ് വെൽത്ത് റീഡിസ്ട്രിബ്യൂഷൻ. വെൽത്ത് കുമിഞ്ഞു കൂടിയെടുക്കുന്ന അത് പിടിച്ചുകൊണ്ടുപോകുന്ന സാധാരണക്കാർക്ക് കൊടുക്കുക, അതിനാണ് റീഡിസ്ട്രിബ്യൂഷൻ. ഇത് കമ്മ്യൂണിസം ആണെങ്കിൽ ആ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു 2014 മുമ്പ് നരേന്ദ്രമോദി. ഇത് കമ്മ്യൂണിസം ആണെങ്കിൽ അതേ കമ്മ്യൂണിസ്റ്റ് തിയറിയാണ് നരേന്ദ്രമോദി 2014 മുമ്പ് പറഞ്ഞത്. പക്ഷെ നടപ്പായില്ല എന്ന് മാത്രം. നടപ്പായില്ല. ആ പണം എവിടെയെന്ന് ആരും ചോദിക്കാതിരിക്കാനാണോ ഇപ്പോഴിത് ഡിസ്റ്റോർട്ട് ചെയ്യുന്നത് ചോദിക്കേണ്ടി വരും. സ്വിസ് ബാങ്കിനെ കുറിച്ച് പറയല്ലേ? സ്വിസ് ബാങ്കിലുള്ള സമ്പത്തല്ലേ? സ്വിസ് ബാങ്കിൽ കിടക്കുന്ന സമ്പത്തല്ലേ? ആ പണം തിരികെ കൊണ്ടുവന്നോ? ആ പണം തിരികെ കൊണ്ടുവന്നോ? പ്രിന്റു അംബാനിയുടേതാണോ പറയണം. അല്ല, ആ പണം തിരികെ കൊണ്ടുവന്നോ? നിങ്ങൾ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്തോ? 15 ലക്ഷം വെച്ച് കിട്ടിയോ? ചോദ്യത്തിന് മറുചോദ്യമല്ലല്ലോ സാർ. അല്ല, ഇതാണ് വെൽത്ത് റീഡിസ്ട്രിബ്യൂഷൻ എന്ന് മോദി പറഞ്ഞിട്ടുണ്ട്. മോദി പറഞ്ഞ രീതി അതാണ്. മോഡി പറഞ്ഞ രീതിയല്ല, കോൺഗ്രസ് വിഭാവനം ചെയ്യുന്ന വെൽത്ത് ഡിസ്ട്രിബ്യൂഷൻ കൊണ്ട്. ഓക്കെ ജിൻഡോ, ഏത് പണമാണ് നിങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അംബാനിയുടെയാണോ, അദാനിയുടെയാണോ? അതല്ല അവിടുത്തെ സാധുക്കളായ മനുഷ്യരുടെ മംഗല്യസൂത്രം പറിച്ചെടുത്ത് ഈ പറയുന്ന നുഴഞ്ഞേറ്റക്കാർക്കും ഈ കൂടുതൽ കുട്ടികൾ ഉണ്ടാക്കുന്നവരും കൊടുക്കുക എന്നാണോ വെൽത്ത് റീഡിസ്ട്രിബ്യൂഷൻ? എന്താ നിങ്ങളുടെ റീഡിസ്ട്രിബ്യൂഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്? അല്ല, ഞാൻ അജിംസ, എനിക്ക് ഈ കാര്യത്തിൽ യാതൊരു വിളറി പിടിക്കുന്ന സമീപനവും ഇല്ലാത്തത് കൊണ്ട് അദ്ദേഹം ഇടപെട്ടപ്പോൾ ഞാൻ മിണ്ടാതിരുന്ന് കേട്ടതാ. ഞാൻ ചോദിക്കുന്നത്, എൻ്റെ അഭിപ്രായം തെറ്റാണെങ്കിൽ അത് തെറ്റാണെന്ന് ഫാക്ട് വെച്ചിട്ട് താങ്കൾ പറയൂ. താങ്കൾ അതിന്റെ വസ്തുത വെച്ചിട്ട് പറയൂ. എന്താ താങ്കൾക്ക് പറയാൻ പറ്റാത്തത്? താങ്കളുടെ പ്രധാനമന്ത്രി എന്താണ് ഉദ്ദേശിച്ചതെന്ന് ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം പറയില്ല. കോൺഗ്രസിന്റെ വെൽത്ത് റീഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. തൊഴിൽ പദ്ധതിയിലൂടെ കോടിക്കണക്കിന് മനുഷ്യരുടെ ജീവിതത്തിലേക്ക് വരുമാനമാർഗം കൊടുത്തു. ഞങ്ങൾ ആളുകളെ പട്ടിണിയുടെ പടുകുടിയിൽ നിന്ന് പറയട്ടെ. പ്രിന്റ് ഒരു നിമിഷം, അദ്ദേഹം പറയട്ടെ. കോൺഗ്രസിന്റെ റീഡിസ്ട്രിബ്യൂഷൻ എന്താണെന്ന് പ്രിന്റ് ചോദിച്ചതൊന്ന് പറഞ്ഞോട്ടെ. ഞാൻ ഒന്ന് പറയട്ടെ മാഷേ, ഞാനൊന്ന് പറയട്ടെ. ഞങ്ങള് ഇന്ത്യക്ക് പുറത്ത് സ്വിസ് ബാങ്കിലുള്ള കള്ളപ്പണം പിടിച്ചുകൊണ്ടുവന്ന് ഈ രാജ്യത്തെ മുഴുവൻ ആളുകളുടെ അക്കൗണ്ടിലേക്ക് 15 ലക്ഷം രൂപ വെച്ച് കൊടുക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അങ്ങനെ വ്യാജ വാഗ്ദാനം കൊടുത്തിട്ടില്ല. പക്ഷെ ഞങ്ങളുടെ പ്രകടന പത്രികയിൽ തൊഴിലുറപ്പ് പദ്ധതി പറഞ്ഞിരുന്നു, അത് ഞങ്ങൾ നടപ്പാക്കി. നോട്ട് നിരോധനം നിങ്ങൾ നടപ്പാക്കിയതിനാ? കള്ളപ്പണം പിടിച്ചെടുക്കുന്നു, അത് മുഴുവൻ മനുഷ്യർക്ക് അവകാശപ്പെട്ടതാണ്, ആ ആളുകൾക്ക് കൊടുക്കുമെന്നാ പറഞ്ഞ്. നോട്ട് നിരോധനം കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും കിട്ടിയോ? കിട്ടിയില്ല. നിങ്ങളുടെ റീഡിസ്ട്രിബ്യൂഷൻ അങ്ങനെയാണ്, ഞങ്ങളുടെ അങ്ങനെയല്ല. നിങ്ങൾ കോവിഡിന്റെ സമയത്ത് 20,000 കോടി രൂപയുടെ പാക്കേജ് പ്രഖ്യാപിച്ചു.
പ്രഖ്യാപിച്ചല്ലോ. അതെന്തിനാ? ആളുകൾക്ക്, സാധാരണക്കാർക്ക് വലിയ സൗകര്യം കൊടുക്കുക, സാമ്പത്തിക സുസ്ഥിരത കൊടുക്കാൻ വേണ്ടിയിട്ടെന്നാ. നടപ്പായില്ല എന്ന് മാത്രമല്ല, പച്ചക്കള്ളമായിരുന്നു. പക്ഷെ ഞങ്ങൾ അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അംബാനിയുടെ പണം നേരെ പോയി അവരുടെ അക്കൗണ്ടിൽ നിന്ന് പിടിച്ചെടുക്കുകയല്ല ചെയ്യുന്നത്. ഇവിടുത്തെ ടാക്സ് റീസ്ട്രക്ചർ ഉൾപ്പെടെ തൊഴിൽ മേഖലയിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട്, ആളുകൾക്ക് കുറെ കൂടി തൊഴിൽ ഉറപ്പ് കൊടുത്തുകൊണ്ട്, തൊഴിൽ സുരക്ഷിതത്വം കൊടുത്തുകൊണ്ട്, അവർക്ക് വരുമാന മാർഗങ്ങൾ ഉറപ്പ് കൊടുത്തുകൊണ്ട്, സാധാരണക്കാരെ കൊള്ളയടിക്കുന്ന നികുതികൾ കുറച്ചുകൊണ്ട്, സാധാരണക്കാരെ നിരന്തരം കൊള്ളയടിക്കുന്ന പരിപാടികളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള സമീപനം സ്വീകരിച്ചുകൊണ്ട് മനുഷ്യരിലേക്ക്, സാധാരണപ്പെട്ടവരിലേക്ക് പണം കുറെ കൂടി എത്തുന്ന സാഹചര്യം കോൺഗ്രസ് മാനിഫെസ്റ്റോയിൽ പറയുന്നതാണ്. ജിൻഡോ വിശദീകരിച്ച് മടങ്ങി വരാൻ അതിഥികളിലേക്ക് വളരെ പെട്ടെന്ന് ഒരു ചെറിയ ഇടവേള. അതിഥികളിലേക്ക് തിരികെ. ശ്രീ നിസാം സെയ്ദ്, ഈ കോൺഗ്രസ് മാനിഫെസ്റ്റോ പുറത്തു വന്ന ഉടൻ തന്നെ അത് മുസ്ലിം ലീഗിൻ്റെ മാനിഫെസ്റ്റോ പോലെയാണെന്ന് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിരുന്നു ഒരാഴ്ച മുമ്പ് തന്നെ. അപ്പോൾ BJPക്ക് മുതലെടുക്കാൻ കഴിയും വിധം അതിൻ്റെ വാചക ഘടനയിലോ ഊന്നലുകളിലോ എന്തെങ്കിലും സൂക്ഷ്മത പാലിക്കേണ്ടതുണ്ടായിരുന്നോ കോൺഗ്രസ്? ആ മാനിഫെസ്റ്റോയിൽ മുഴുവനായി മുസ്ലിമെന്നോ ഹിന്ദുവെന്നോ ഒരു പദപ്രയോഗം ഇല്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അങ്ങനെ വർഗീയമായ വിഭജനമോ ചേരിതിരിവോ ഉള്ള എന്തെങ്കിലും ഒരു വാക്കോ പ്രവൃത്തിയോ ആ വാക്ക് ആ മാനിഫെസ്റ്റോയിലുള്ളതായി എനിക്ക് മനസ്സിലായിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ BJP പ്രതിനിധി എന്നെ തിരുത്താം. മുസ്ലിം എന്നൊരു വാക്ക് ആ മാനിഫെസ്റ്റോയിൽ എവിടെയെങ്കിലും ഉണ്ട് എന്ന് അദ്ദേഹം തെളിയിക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ വാക്ക് പിൻവലിക്കാൻ തയ്യാറാണ്. പക്ഷേ എനിക്ക് മനസ്സിലാകുന്നത് മുസ്ലിം എന്നോ ഹിന്ദുവെന്നോ ഒരു വാക്ക് ആ മാനിഫെസ്റ്റോയിൽ എങ്ങും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. സ്വാഭാവികമായും ജനക്ഷേമ പരിപാടികൾ പ്രഖ്യാപിക്കുന്ന ഏതൊരു പാർട്ടിയും മുന്നണിയും സമൂഹത്തിൽ പിന്നോക്കം നിൽക്കുന്ന ആളുകളുടെ അപ്ലിഫ്റ്റ്മെൻറ്റിന് വേണ്ടി ഞങ്ങൾ നടപടികൾ സ്വീകരിക്കും, ഞങ്ങൾ പ്രോഗ്രാംസ് നടപ്പിലാക്കുമെന്ന് എല്ലാ പാർട്ടികളും പറയാറുണ്ട്. ഇപ്പം കർണാടകത്തിൽ കോൺഗ്രസ് നടപ്പിലാക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് കോൺഗ്രസ് 5 ഗ്യാരണ്ടികളെക്കുറിച്ച് പറഞ്ഞു. ആ 5 ഗ്യാരണ്ടികൾ നടപ്പിലാക്കുന്നു. സ്ത്രീകൾക്ക് 1,00,000 രൂപ വീതം മാസം നൽകുന്നു. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് ഫ്രീ ആയി ബസ്സിൽ യാത്രാ സൗകര്യങ്ങൾ കൊടുക്കുന്നു. തൊഴിലില്ലായ്മ നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടി നടപടികൾ എടുക്കുമെന്ന് പറയുന്നു. ഇതൊക്കെ പറയുമ്പോൾ എന്ത് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും നരേന്ദ്രമോദി എന്തിലേക്കെത്തും എന്നുള്ള കാര്യം നമുക്കൊക്കെ അറിയാം. കോൺഗ്രസ് മാനിഫെസ്റ്റോ വരുമ്പോൾ തന്നെ ഇത് മുസ്ലിം ലീഗിൻ്റെ മാനിഫെസ്റ്റോ ആണ് അദ്ദേഹത്തെ ഓർപ്പിക്കുന്നെങ്കിൽ അദ്ദേഹത്തിന് സദാസമയവും ഈ മുസ്ലിം ലീഗിനെ കുറിച്ചുള്ള ഇതെങ്ങനെ മുസ്ലിം ലീഗിലേക്ക് എത്തിക്കാം, ഇതെങ്ങനെ മുസ്ലിങ്ങളിലേക്ക് എത്തിക്കാം എന്നുള്ള ഒരു ചിന്ത മാത്രമേ ഉള്ളൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നരേന്ദ്രമോദിയിൽ നിന്ന് നമ്മൾ ഇതിൽ അപ്പുറമൊന്നും പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. കാര്യം നരേന്ദ്രമോദി പൊളിറ്റിക്കൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത് അദ്ദേഹം 2000 പേർ മരിച്ച ഒരു ലഹളയുടെ പ്രയോക്താവായാണ് അദ്ദേഹം തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഘട്ടം നടക്കുന്നത്. ഗുജറാത്ത് ലഹളയിൽ ഇത്രയേറെ ആളുകൾ മരിച്ചതിനെക്കുറിച്ച് സങ്കടമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് വണ്ടി കയറി പട്ടി മരിച്ചാൽ നമുക്ക് സങ്കടമുണ്ടാവുമോ, അതുപോലെ കരുതിയാൽ മതി എന്നുള്ളതാണ്. അങ്ങനെ ഒരു കാരണവശാലും അദ്ദേഹം വർഗീയതയിൽ നിന്ന് തിരിച്ചു പോകും എന്ന് നമ്മൾക്ക് കരുതേണ്ട കാര്യമില്ല. അദ്ദേഹം വർഗീയതയിലേക്ക് തന്നെ പോകും. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രകടമായ വർഗീയതയിലേക്ക് കഴിഞ്ഞ കുറേ കാലമായി പോകാതിരുന്നത് വ്യത്യസ്തമായ ഒട്ടേറെ കാരണങ്ങളുണ്ടായിരുന്നു. ഇപ്പം അദാനി ഗ്രൂപ്പിന് ഗൾഫ് മേഖലയിൽ വലിയ സാമ്പത്തിക താല്പര്യങ്ങളുണ്ടാകുന്നു. അപ്പോൾ ഗൾഫ് മേഖലയിൽ അദാനിക്ക് സാമ്പത്തിക താല്പര്യം ഉണ്ടാകുമ്പോൾ ഗൾഫിലെ ഭരണാധികാരികൾക്ക് അനിഷ്ടം തോന്നുന്ന കാര്യങ്ങൾ നടപ്പിലാക്കാതിരിക്കുക എന്നുള്ളത് മോഡിയുടെ സ്വാഭാവികമായ ഒരു കർത്തവ്യമാണ്. അതുകൊണ്ട് തന്നെ പ്രവാചകനെതിരെ ഒരു BJP പ്രതിനിധി അപവാദം പറഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ നടപടിയെടുക്കാൻ നരേന്ദ്രമോദി നിർബന്ധിതരായത് അദാനിയുടെ താല്പര്യങ്ങൾ ഗൾഫിൽ ഹനിക്കപ്പെടും, ഗൾഫിലെ ഭരണകൂടങ്ങൾ അതിനെതിരാകും എന്ന് മനസ്സിലായപ്പോഴാണ്. പക്ഷേ ഇപ്പോഴത്തെ ഘട്ടം, ഇപ്പോൾ അദ്ദേഹത്തിന് അത്തരമുള്ള നൈസിറ്റീസിനെ കുറിച്ചൊന്നും ചിന്തിക്കാൻ കഴിയുന്ന ഒരു ഘട്ടമല്ല. അധികാരമില്ലെങ്കിൽ അദ്ദേഹമില്ല എന്ന് അദ്ദേഹത്തിനറിയാം. അധികാരം നിലനിർത്താൻ വേണ്ടി ഏത് തറവേലയും കാണിച്ചേ പറ്റുള്ളൂ. അധികാരം അദ്ദേഹത്തിൻ്റെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ചുറ്റും നിൽക്കുന്ന കോർപ്പറേറ്റ് ഹൗസുകളുടെയും ഒക്കെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് നരേറ്റീവ് വർഗീയതയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം. അത് അദ്ദേഹത്തിൻ്റെ 10 വർഷത്തെ ഭരണത്തിൻ്റെ പൂർണ്ണമായ പരാജയമാണ്. അദ്ദേഹം എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. അദ്ദേഹം വികസന അജണ്ടയോ അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങൾ ഇതിനോടകം സാധിച്ചു എന്ന് പറയാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല. മാത്രമല്ല അവരുടെ ഒരു പൊളിറ്റിക്കൽ പ്ലാനിങ് തകർന്നുപോയി എന്നുള്ളതാണ് അതിൻ്റെ അകത്തെ പ്രധാനപ്പെട്ട കാരണം. ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ രാമക്ഷേത്രം മതിയാവും തെരഞ്ഞെടുപ്പ് ജയിക്കാൻ എന്നുള്ളത് BJP ഉറച്ചു വിശ്വസിച്ചിരുന്നു.
രാമക്ഷേത്ര നിർമ്മാണം ഉയർത്തുകാട്ടി ഒരു വോട്ട് ഉണ്ടാക്കുന്ന വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കുക എന്ന് പറഞ്ഞ് പ്രചരണം കൊടുക്കുമ്പോൾ ഇന്ത്യയിലെ ഹിന്ദുക്കൾ മുഴുവൻ തങ്ങൾക്ക് പിന്നിൽ അണിനിരക്കുമെന്ന് കഴിഞ്ഞ 2 മാസം മുമ്പ് വരെ BJP ഉറച്ചു വിശ്വസിച്ചിരുന്നു. അതുകൊണ്ടൊക്കെയാണ് BJP 400 സീറ്റ് എന്നുള്ള അമിതമായ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചത്. പക്ഷേ ആ 400 സീറ്റ് എന്നുള്ള അമിതമായ ആത്മവിശ്വാസം തന്നെ ഇപ്പോൾ BJPക്ക് തിരിച്ചടിയാവുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. എന്തിനാണ് BJPക്ക് 400 സീറ്റ്? കേവല ഭൂരിപക്ഷം ഉണ്ടായിട്ട് പോലും, അത് കേവല ഭൂരിപക്ഷം മാത്രം ഉണ്ടായിട്ട് പോലും പ്രതിപക്ഷത്തെ ഇല്ലാതാക്കുവാൻ, രാജ്യത്തെ വിമത ശബ്ദങ്ങളെ ആകെ ഇല്ലാതാക്കുവാൻ, രാജ്യത്തെ മാധ്യമങ്ങളെ വരുതിക്ക് വരുത്താൻ ഒക്കെ BJPക്ക് കഴിയുന്നെങ്കിൽ 400 സീറ്റ് കൊണ്ട് BJP എന്താണ് ലക്ഷ്യമാക്കുന്നത്? ഇന്ത്യയെ ഒരു റഷ്യൻ മോഡൽ, പുടിൻ മോഡൽ റിപ്പബ്ലിക്കാക്കി മാറ്റുക എന്നുള്ള ഉദ്ദേശമാണ് നരേന്ദ്രമോദിയുടെ എന്ന് ആളുകൾ സ്വാഭാവികമായി ഭയപ്പെടുന്നു. ആ ഭയപ്പാടും ഈ തെരഞ്ഞെടുപ്പുകളിൽ പ്രതിഫലിക്കുന്നുണ്ട്. 1ാം ഘട്ട തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുന്നുണ്ട്, ജനങ്ങളുടെ ആശങ്കകളിൽ പ്രതിഫലിക്കുന്നുണ്ട്. ഇപ്പോൾ കേജ്രിവാളിനെ പോലെ അല്ലെങ്കിൽ ഹേമന്ത് സോറനെ പോലുള്ള ആളുകളെയൊക്കെ ജയിലിലാക്കിക്കൊണ്ടാണ് ഒരു ഭരണം മുന്നോട്ട് പോകുന്നതെങ്കിൽ നാളെ ഇന്ത്യയിൽ പ്രതിപക്ഷം എന്ന് പറയുന്നത് എന്തായിരിക്കും ഉള്ളത്? ഇന്ത്യയിൽ ജനാധിപത്യം എന്ന് പറയുന്നത് എന്തായിരിക്കും ഉള്ളത്? ഇന്ത്യയിൽ ഭരണഘടന എന്ന് പറയുന്നത്, ഇന്ത്യയിലെ ഭരണഘടനയാണ് ഇന്ത്യയിലെ ദുർബല വിഭാഗങ്ങൾക്ക് നൽകുന്ന എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളുടെയും അടിസ്ഥാനം. ആ ഭരണഘടനയെ ഇല്ലാതാക്കുവാൻ, ആ ജനാധിപത്യത്തെ ഇല്ലാതാക്കുവാൻ നരേന്ദ്രമോദിക്ക് 400 സീറ്റ് കൊണ്ട് കഴിയും എന്നുള്ള ഭയം ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്നത്. അതുപോലും ആ അവകാശവാദങ്ങൾ പോലും BJPക്ക് തിരിച്ചടിയാവുന്ന കാഴ്ചയാണ് 1ാം ഘട്ടം കഴിയുമ്പോൾ നാം കാണുന്നത്. പ്രിന്റു മഹാദേവ്, ഈ 400 സീറ്റ് കിട്ടണമെങ്കിൽ ആദ്യം വേണ്ടത് നിങ്ങൾക്ക് നിലവിലുള്ള സീറ്റ് നഷ്ടപ്പെടാതിരിക്കണം. ഇനി ഈ 2ാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങൾ UP, മഹാരാഷ്ട്ര, രാജസ്ഥാൻ, മധ്യപ്രദേശ് തുടങ്ങിയ പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളാണ്. അവിടെ ഇത്തരം ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള സ്പീച്ചസ് നടത്തിയാൽ നിങ്ങൾക്ക് പുതിയ സീറ്റ് കിട്ടും, ഇനിയും കിട്ടാത്ത സീറ്റ് കിട്ടുമെന്നാണോ? കാരണം രാജസ്ഥാനും മധ്യപ്രദേശും ഒക്കെ ബഹുഭൂരിഭാഗം സീറ്റുകളും നിങ്ങളുടെ കയ്യിലാണ്. അപ്പോൾ ഈ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്ന് പുതിയ സീറ്റൊന്നും നിങ്ങൾക്ക് കിട്ടാനില്ല. ഉള്ളത് നഷ്ടപ്പെടാതിരിക്കാനാണോ ഈ പെടാപ്പാട്? അല്ല, അങ്ങനെയല്ല. അങ്ങനെ ഒരു വർഗീയത പറഞ്ഞുകൊണ്ട് വോട്ട് നേടേണ്ട സാഹചര്യം ഇന്ന് നരേന്ദ്രമോദി സർക്കാരിനില്ല. അത് ആവർത്തിക്കുകയാണ്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഇന്നലെ പറഞ്ഞത് പോട്ടെ, ഇന്ന് വീണ്ടും ആവർത്തിക്കുകയാണ്. അല്ല, നിങ്ങൾ അതിനെ കാണരുത്. 2 രീതിയിലാണ് അതിനെ കാണേണ്ടത്. ഒന്ന്, പ്രത്യയശാസ്ത്രപരമായ ഒരു കാര്യത്തെ അഡ്രസ് ചെയ്യുന്നു. 2, കോൺഗ്രസ് വിഭാവന ചെയ്യുന്ന പ്രീണനത്തെ അഡ്രസ് ചെയ്യുന്നു. അതിന് വാക്കുകളും വരികൾക്കിടയിലൂടെ നിങ്ങൾ വായിച്ചാൽ അതിന്റെ വാക്കുകളെ വരികളെ മാത്രം എടുത്ത് ചർച്ച ചെയ്യരുത്. നിങ്ങൾ കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം കോൺഗ്രസിന്റെ ഒരു പോളിസിയാണ് ലോകം മുഴുവൻ നിരാകരിച്ചിട്ടുള്ള വെൽത്ത് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മുടെ കമ്മ്യൂണിസം തന്നെ ലോകത്ത് ഉദയം ചെയ്യുന്നത് വെൽത്ത് ഡിസ്ട്രിബ്യൂഷന് വേണ്ടിയിട്ടാണ്. ഈ ലോകത്തിന്റെ 4/1 ഭാഗങ്ങൾ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിലേക്ക് പോവുകയും അവിടെ പോലും പരാജയപ്പെട്ട സാധനമാണ് വെൽത്ത് ഡിസ്ട്രിബ്യൂഷനും ഈ സാമ്പത്തിക സർവേയും അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങൾ. എന്താണ് ബന്ധം? പ്രിന്റു എന്താണ് ഈ പറയുന്നത്? മോദി കക്കൂസ് പണിയാൻ വേണ്ടി പണം കൊടുക്കുന്നുണ്ട്. ആ പണം എവിടെ നിന്ന് കിട്ടുന്നതാണ്? ഈ രാജ്യത്തെ ജനങ്ങളുടെ പെട്രോൾ നികുതിയിൽ നിന്ന് എടുത്തു കൊടുക്കുന്നതാണ്. അതിനാണ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. വെൽത്ത് ഡിസ്ട്രിബ്യൂഷൻ കൊള്ളക്കാർ ചെയ്തിട്ടുണ്ടോ പണിമാതിരിയാണ് പ്രിന്റു പറയുന്നത്. എന്താ വെൽത്ത് ഡിസ്ട്രിബ്യൂഷൻ മോദിക്ക് അറിയില്ല, പ്രിന്റുവിനും അറിയില്ല. പ്രിന്റു ഒക്കെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളാണ്. അല്ല, വെൽത്ത് ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്ന് പ്രിന്റുവിന് അറിയില്ല. ജാതി സർവേ നടത്തുന്നത് എന്തിനാ? ജാതി സർവേ ഓരോ ജാതി വിഭാഗങ്ങളുടെയും സാമൂഹിക സുരക്ഷിതത്വം എവിടെ വരെ ഉണ്ടെന്ന് അറിയാം. നിങ്ങളുടെയും വെൽത്തുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങൾ, നിങ്ങളുടെയും അതെ, സമ്പത്ത് മാത്രമല്ല സാമൂഹിക പദവി, അതാണ് പ്രധാനം. സമ്പത്ത് മാത്രമല്ല സാമൂഹിക പദവി. അങ്ങനെയല്ലേ സാമ്പത്തിക പദവി അർഹിക്കുന്ന ജനവിഭാഗങ്ങൾക്ക് ഇന്ത്യ മഹാരാജ്യക്ക് അതിനനുസൃതമായിട്ടുള്ള റിസർവേഷൻ നടക്കുന്നുണ്ട്. സാമ്പത്തികമായിട്ടുള്ള OBC വിഭാഗത്തിന് കൂടി വേണം. OBC വിഭാഗത്തിന് അങ്ങനെ ഒരു സംവരണം വേണ്ട എന്നൊരു നിലപാട് BJPക്ക് ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് തുറന്നു പറയണം. നമ്മുടെ ഭരണഘടന SC STക്ക് വേണ്ടി സംവരണം നിശ്ചയിച്ചിട്ടുണ്ട്. OBCക്ക് അത് വേണ്ട എന്ന നിലപാട് BJPക്ക് ഉണ്ടോ? അങ്ങനെ ചെയ്യരുതെന്ന്. ആ സംവരണം നടപ്പാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് സർവേ നടത്തുന്നത്. മനസ്സിലായോ പ്രിന്റു? ജാതി സർവേ നടത്തുന്നത് ആ സംവരണം നടപ്പാക്കുന്നതിന് മുന്നോടിയായിട്ടാണ്. ആർക്കൊക്കെ എത്രയൊക്കെ കൊടുക്കണമെന്ന് അറിയണമെങ്കിൽ അവർക്ക് എന്തുണ്ട് എന്ന വിവരം ലഭിക്കണം പ്രിന്റു. ഒരു പ്രത്യേക വിഭാഗത്തെ ഒരു പ്രത്യേക വിഭാഗത്തിലുമില്ല. SC ST OBC സ്ത്രീകൾ, കുട്ടികൾ, ഇത് കൃത്യമായി പറയുന്നുണ്ട്. ഞാൻ ചോദിക്കുന്നത് ഈ OBC വിഭാഗത്തിന് റിസർവേഷൻ വേണ്ട എന്ന നിലപാട് BJPക്ക് ഉണ്ടോ? ജാതി സർവേ വേണ്ട എന്നാൽ നമുക്ക് സർവേയുടെ ആവശ്യമില്ല. ഓൾറെഡി ജാതി സർവേയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇന്ത്യ മഹാരാജ്യത്ത് നടക്കുന്നുണ്ടല്ലോ. ആരാ നടത്തുന്നത്? നിങ്ങൾ നടത്തിയോ? നിങ്ങൾ നടത്തിയതിന്റെ വിവരം പുറത്തുവിടുവോ? നിങ്ങൾ ഇനി നടത്തുവോ? അല്ല, അതങ്ങനെ എളുപ്പത്തിൽ നിങ്ങളുടെ പ്രകടനത്തിൽ എഴുതി ചേർത്താൽ മതി. ഞങ്ങൾ ജാതി സർവേ പറഞ്ഞിട്ടുണ്ടോ? സാർ, ഈ ജാതീയപരമായ സർവേകൾ നടത്തിയുള്ള സാർ ഇവിടെ ജാതി സംവരണം ഉണ്ടായിട്ടുള്ളത്. അല്ല, ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞാൽ പോരെ ജാതി സർവേ നടത്തുമെന്ന്? നിങ്ങൾ നടത്തുവോ? അതോ നിങ്ങൾ OBC സംവരണത്തിന് എതിരാണോ?
എവിടെ നടത്തി? നിങ്ങൾ എവിടെ നടത്തി? BJP ഭരിക്കുന്ന എത്ര സംസ്ഥാനങ്ങളിൽ ജാതി സർവേ നടത്തി? കേന്ദ്ര സർക്കാർ ജാതി സർവേ നടത്താൻ എന്ത് തയ്യാറെടുപ്പ് നടത്തി? ആ ജാതി സർവേയുടെ വിവരങ്ങൾ എവിടെ? നിങ്ങൾ നടത്തിയില്ലല്ലോ. വർത്തമാനം കേട്ട് കഴിഞ്ഞാൽ രാജ്യത്ത് ജാതീയപരമായ സംവരണമില്ല, ജാതീയപരമായ സെൻസസ് സംവരണം ഇല്ലാന്നല്ല പറഞ്ഞ. OBC സംവരണത്തെ തെറ്റിദ്ധരിപ്പിക്കരുത്. മോദി ചെയ്യുന്നത് ഇവിടെ ചെയ്യരുത്. OBC സംവരണത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. കോൺഗ്രസ് ആണ് തെറ്റിദ്ധരിപ്പിക്കുന്നത്. അല്ല, OBC സംവരണത്തിന് അനുകൂലമാണോ? OBC സംവരണത്തിന് BJP അനുകൂലമാണോ? ഒന്നും കൂടി പ്രവർത്തിക്കോ സാർ? OBC സംവരണത്തിന് നിങ്ങൾ അനുകൂലമാണോ? കേട്ടില്ല. OBC സംവരണത്തിന് BJP അനുകൂലമാണോ? OBC സംവരണത്തിന് ഞങ്ങൾ അനുകൂലമാണല്ലോ സാർ. ജാതി സർവേക്ക് നിങ്ങൾ എതിരാവുന്നത് എന്തിനാണ്? വിഭാഗത്തിൽപ്പെട്ട ജാതി സർവേ നടത്താതെ എങ്ങനെ OBC സംവരണം നടപ്പാക്കും? OBCകൾക്ക് എത്ര സംവരണം വേണമെന്ന് അറിയണമെങ്കിൽ സർവേ നടത്തണമല്ലോ. OBC സംവരണം നടപ്പാക്കണമെങ്കിൽ അവർക്ക് എന്തുണ്ട് എന്ന് അറിയണമല്ലോ. അത് അറിയുന്നത് നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? പുതിയൊരു സംവിധാനം പോലെ ഞങ്ങൾ ഇതാ ജാതി സെൻസസ് നടപ്പിലാക്കും, ഞങ്ങൾ ഈ രാജ്യത്ത് സാമ്പത്തിക സർവേ നടപ്പിലാക്കും, ഞങ്ങൾ വെൽത്ത് ഡിസ്ട്രിബ്യൂഷൻ നടക്കും എന്ന് പറയുന്ന പ്രകടമായിട്ടുള്ള ഈ രാജ്യത്തിന്റെ സാമ്പത്തിക സംവിധാനത്തെയും അസമത്വം ഉണ്ടാക്കുന്ന ഒരു സംവിധാനത്തെയാണ് അദ്ദേഹം അഡ്രസ് ചെയ്തത്. ഒരു പോളിസിയാണ് അഡ്രസ് ചെയ്യുന്നത്. ഒരു ഇലക്ഷനകത്ത് ഒരു പോളിസി അഡ്രസ് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ജിൻഡോയോട് ചോദിക്കുകയാണെങ്കിൽ സമയക്കുറവുള്ളൂ. ജിൻഡോ, ഉരുണ്ടു പറയുന്നതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കുന്നത്? ഏത് പോളിസിയാണ് BJP എതിർക്കുന്നത്? ഈ വെൽത്ത് ഡിസ്ട്രിബ്യൂഷൻ, ജാതി സർവേ, OBC സംവരണം ഇതെല്ലാം കൂട്ടിക്കുഴയ്ക്കുന്നുണ്ട്. എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. ജിൻഡോ പ്ലീസ്. അജിംസെ, എനിക്കും മനസ്സിലായില്ല. പക്ഷെ ഞാൻ എൻ്റെ ബോധ്യത്തിൽ നിന്ന് ഒരു കാര്യം പറയാം. ഇവിടെ നമ്മൾ ഈ ഇക്വിറ്റി എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ ആ കാര്യം പറഞ്ഞു. ഇവിടെ ജാതി വിവേചനം വലുതായിട്ട് ഇന്ത്യൻ സമൂഹത്തിലുണ്ട്. അതൊരു റിയാലിറ്റിയാണ്. 70% വരുന്ന പോപ്പുലേഷൻ SC, ST, OBC, ST വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. ഇവർ തൊഴിൽ മേഖലയിലായിക്കോട്ടെ, വിദ്യാഭ്യാസ രംഗമായിക്കോട്ടെ, സാമൂഹിക സുരക്ഷിതത്വത്തിലായിക്കോട്ടെ വലിയ രീതിയിലുള്ള വിവേചനങ്ങൾ ജാതിയുടെ പേരിൽ നേരിടുന്ന വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരാണ്. ഇവിടെ ജാതി സർവേ എന്താണെന്ന് കൃത്യമായിട്ട് BJPയുടെ പ്രതിനിധിക്ക് പറയാൻ പറ്റുന്നില്ല. എന്താണ് ജാതി സർവേ? നിങ്ങൾ എതിർക്കുന്നത് എന്തുകൊണ്ടാണ്? എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നില്ല. നിങ്ങൾ അതിനെതിരാണോ അല്ലേ എന്ന് നിങ്ങൾ പറയുന്നില്ല. നിങ്ങൾ പറയുന്നു OBC റിസർവേഷൻ വേണമെന്നുള്ള നിങ്ങൾ പറയുന്നത്. പക്ഷേ സർവേ പാടില്ല. നിങ്ങളൊരു പ്രത്യേക പോളിസി പ്രകാരം അത് ചെയ്യുന്നതിനെ ഞങ്ങൾ എതിർക്കുന്നത്. അല്ല, നിങ്ങൾ പിന്നെ എന്താ പറയുന്നത്? ഞാൻ ഒന്ന് പറയട്ടെ മാഷെ. നിങ്ങൾ എതിരല്ലാത്ത കാര്യം ഞങ്ങൾ നടപ്പാക്കും എന്ന് പറയുന്നതിൽ പിന്നെ നിങ്ങൾക്ക് എന്താ പ്രശ്നം? നിങ്ങൾ എതിരല്ലാത്ത കാര്യം ഞങ്ങൾ നടപ്പാക്കും എന്ന് അല്ല അജിംസെ, അതിലൊരു പ്രശ്നമുണ്ട്. OBC റിസർവേഷൻ കൊടുക്കണം എന്ന് നിങ്ങൾ പറയുന്നു, അതിന് നിങ്ങളും പിന്തുണയ്ക്കുന്നു. ഓക്കെ, ഈ സർവേ നടത്താതെ OBC വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ സാമൂഹിക സാമ്പത്തിക സാഹചര്യം എങ്ങനെ അറിയും? നിങ്ങളൊന്ന് പറഞ്ഞേ. വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട SC, ST, OBC, ST വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, താഴെക്കിടയിലുള്ള മനുഷ്യരുടെ സാമ്പത്തിക സാഹചര്യങ്ങൾ, സാമൂഹ്യ സുരക്ഷിതാവസ്ഥ, അരക്ഷിതാവസ്ഥ ഇതൊക്കെ എങ്ങനെ മനസ്സിലാക്കും? സർവേ നടത്താതെ നരേന്ദ്രമോദി നോട്ട് നിരോധിച്ച പോലെ ഒരു പാദയാത്രയ്ക്ക് വന്ന് വെറുതെ അങ്ങ് പ്രഖ്യാപിക്കാൻ പറ്റുമോ? ഇത് സർവേ നടത്തി കൃത്യമായിട്ട് സയന്റിഫിക് ആയിട്ട് പഠിച്ചിട്ട് വേണം ഓരോ വിഭാഗത്തിലുള്ള ആളുകൾക്ക് കൊടുക്കാൻ. ഇത് ബ്രിട്ടീഷ് പീരീഡിന് ശേഷം ഈ രാജ്യത്ത് സാമ്പത്തിക സർവേ ജാതി സെൻസസുമായി ബന്ധപ്പെട്ട് ചോദിക്കും ജിൻഡോ. അത് ഞങ്ങൾ അല്ലെങ്കിൽ ഇപ്പൊ നടക്കാറുള്ള ഒരു കാര്യമാണ്. ആ നടക്കാറുള്ള കാര്യം കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ എഴുതിയാൽ നിങ്ങൾക്ക് എന്താ പ്രശ്നം? നിങ്ങൾ പറയേണ്ടത് 10 വർഷക്കാലം നിങ്ങൾ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ, നിങ്ങൾ ഈ ആളുകൾക്ക് കൊടുത്ത റിസർവേഷൻ, അവർക്ക് കൊടുത്ത തൊഴിലവസരങ്ങൾ, അവർക്ക് കൊടുത്ത നടന്നിട്ടില്ല എന്ന രീതിയാണ് നിങ്ങൾ വ്യാഖ്യാനിക്കുന്നത്. ഞങ്ങൾ അതിനെ എതിർക്കുന്നത്. ഇതിവിടെ ട്രഡീഷണൽ ആയിട്ട് ഇവിടുത്തെ ഇന്ത്യ മഹാരാജ്യം എന്ന് പറഞ്ഞാൽ പിന്നോക്ക ജനതയുടെ അധിവാസ ഭൂമിയാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ അധസ്ഥി വിഭാഗം നിങ്ങൾ പുതിയതായിട്ടൊന്നും പറയുന്നില്ല എന്ന് മാത്രമല്ല, പഴയ രീതിയിലുള്ള അതേ വർഗീയ വിദ്വേഷ പ്രചരണങ്ങൾ വീണ്ടും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ മട്ടൻ കറി ഏറ്റില്ല, നിങ്ങളുടെ ചാലിസ ഏറ്റില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ അത്തരത്തിലുള്ള ഒരു പ്രചരണം ഏറ്റില്ല. നിരന്തരം നുണ പറഞ്ഞിട്ടും വിദ്വേഷം അതൊന്നും ഏക്കാതെ വന്നപ്പോ നിങ്ങൾ കോൺഗ്രസിന്റെ പ്രകടനത്തെ പിടിച്ചു. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ പ്രകടന പത്രിക നിങ്ങളുടെ ഭരണ നേട്ടങ്ങൾ എന്താണ്? പറയൂ. നിങ്ങളുടെ ഭരണ നേട്ടം, നിങ്ങൾ ഈ OBC വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് കഴിഞ്ഞ 10 വർഷം എത്ര തൊഴിലവസരം കൊടുത്തു? SC, ST വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് എത്ര സാമ്പത്തിക സുസ്ഥിരത കൊടുത്തു, സുരക്ഷിതത്വം കൊടുത്തു? പറയൂ, നിങ്ങൾ അത് പറയൂ. ആർക്കാ സുരക്ഷിതത്വം കൊടുക്കാൻ? ഞാനൊന്ന് പറഞ്ഞപ്പോ ഞാൻ എന്തായാലും പ്രിന്റ് പറയുന്ന ഒരു കാര്യം, ജിൻഡോ പറയുന്ന മറ്റൊരു കാര്യം, എനിക്കോ പറയുന്ന കാര്യങ്ങളെ കുറിച്ച് അനലൈസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു ധർമ്മസങ്കടം. അതുകൊണ്ട് എനിക്ക് സമയമില്ല, സോറി. വളരെ നന്ദി ശ്രീ ജിൻഡോ, ശ്രീ പ്രിന്റു, ശ്രീ നിസാം സെയ്ദ് ഇത്രയും സംസാരിച്ചിട്ടുണ്ട്.